നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ജയശ്രീൻ സാറിന്റെ കൂടെ മറ്റൊരു അതിഥി കൂടെ ഉണ്ട്, ഷാജിമോൻ ചൂരൽമല. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരാണ്. കാരണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, അദ്ദേഹം കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടാറുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഇന്ന് വന്നിരിക്കുന്നത് ജനശബ്ദം ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന വയനാടിന് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കെല്ലാം ഓടിയെത്തുക ആ ഒരു വലിയ ദുരന്തം തന്നെയാണ്, ലോകം കണ്ട വലിയ ദുരന്തം തന്നെയാണ്. ആ ദുരന്ത ബാധിതർക്ക് ഇന്നും ഒരു രൂപ പോലും കൊടുക്കാതെ കോടിക്കണക്കിന് രൂപ ആ പാവങ്ങളുടെ പേരിൽ പിരിച്ചുകൊണ്ട് അതിനടയിരുന്നു കൊണ്ട് അതെങ്ങനെ കീശയിലാക്കാം, അതല്ലെങ്കിൽ എങ്ങനെ വയറ്റിലാക്കാം എന്ന് ചിന്തിച്ചു കൂട്ടുന്ന ഒരു ഭരണാധികാരി ഭരിക്കുന്ന നിർഭാഗ്യകരമായിട്ടുള്ള നമ്മുടെ ദൈവത്തിന്റെ നാടെന്ന ഈ കേരളത്തിൽ, ഇന്ന് ചെകുത്താന്മാർ കീഴടക്കിയ ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ ചർച്ച നടത്തേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ വേദനാജനകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശിഷ്ട അതിഥികൾക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ജയശ്രീൻ സാർ, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? കാരണം കോടിക്കണക്കിന് രൂപ ഒരു കുടുംബത്തിന് 1 കോടി രൂപ കൊടുത്താൽ പോലും പിണറായി വിജയനും അയാളുടെ കുടുംബത്തിനും ലാവിഷായി ജീവിക്കാനുള്ള കോടിക്കണക്കിന് രൂപ ഖജനാവിൽ ബാക്കിയാവുമെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കളക്ട് ചെയ്തിട്ടുള്ള ആ കാശിനെല്ലാം കാവലിരിക്കുന്ന ഭൂതം എന്ന പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് സർ ഇതിനെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകരെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിതിന്റെ ഒരു ആമുഖം മാത്രം ആദ്യം അവതരിപ്പിക്കാം. അതിനുശേഷം ഷാജിമോൻ സംസാരിച്ചിട്ട് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാമെന്ന് കരുതുന്നു. കാരണം ഈ വിഷയം അതുപോലെ ശ്രദ്ധാപൂർവം അതീവ ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആമുഖമായിട്ട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 2018 പ്രളയത്തിന് കേന്ദ്രം നൽകിയ 3048 കോടി 39 ലക്ഷം രൂപ കേന്ദ്ര ധനസഹായം കേന്ദ്രം നൽകിയതാണ്. എന്നാൽ അതിൽ 900 കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ വിനിയോഗിച്ചത്. ബാക്കി 2148 കോടി 39 ലക്ഷം രൂപ എതിരെ പോയി എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഇങ്ങനെ ഒരു ദുരന്തം വയനാട്ടിൽ ഉണ്ടാകുന്നത്. അപ്പൊ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമൊന്നും തരുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർത്തുമ്പോൾ കേന്ദ്രം എങ്ങനെയാണ് തരേണ്ടത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ല. കേന്ദ്രം തരുന്നതിന്റെ മാനദണ്ഡം എന്താണ്, അതിന്റെ ഒരു രീതിശാസ്ത്രം എന്താണ്, അതിന്റെ പിന്നിലുള്ള പ്രോട്ടോകോൾ എന്താണ്, അതിന്റെ നിയമങ്ങൾ എന്താണ്, ചട്ടങ്ങൾ എന്താണ്, റൂളുകൾ എന്താണ്, ഇതൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ ജനങ്ങൾക്ക് ഇത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ശബ്ദമുയർത്തേണ്ട ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ മാധ്യമങ്ങൾ, അവരും ഇതിന്റെ സത്യാവസ്ഥ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ. അതുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച വളരെയേറെ വാല്യുബിൾ ആണ്. ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയേണ്ടതാണ്. കാരണം ജനങ്ങളാണ് കഷ്ടത്തെ അനുഭവിക്കുന്നത്, ജനങ്ങൾക്കാണ് നഷ്ടമുണ്ടാകാൻ പോകുന്നത്. ഭരണകൂടങ്ങൾ, എന്റെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കേരളം ഭരിക്കുന്ന ഭരണകൂടം LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ ദുരന്തം വരാൻ കാത്തിരിക്കുകയാണ്. ഒരു ദുരന്തം വന്ന് കിട്ടിയാൽ അതിന്റെ പേരിൽ ആയിരക്കണക്കിന് കോടി രൂപ മോഷ്ടിക്കാം, തട്ടിയെടുക്കാം എന്നുള്ള ഗൂഢമായ ലക്ഷ്യവുമായിട്ടാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ പെരുമാറുന്നത്. എന്നിട്ട് ജനങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയും. ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കണക്ക് തന്നെ 2018 നടന്ന ഒരു സംഭവത്തിന്റെ കണക്കാണ്. ആ കണക്ക് ഇന്ന് വരെ വിശദമായി ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ദുരിതാശ്വാസ നിധിയായിട്ട് 665 കോടി രൂപ ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുമായിരുന്നില്ല. കാരണം 2100 കോടിയിലധികം രൂപ തട്ടിയെടുത്ത ഒരു സർക്കാരാണ്, ജനങ്ങളിലേക്ക് എത്തിക്കാത്ത സർക്കാരാണ് വീണ്ടും ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്.
എന്നിട്ടും ഇവിടുത്തെ നല്ലവരായ ജനങ്ങൾ 665 കോടി രൂപ അതേ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ദുരിതാശ്വാസ നിധിയായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്നൊരു പൈസ പോലും ജനങ്ങളിലേക്ക് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ചോദ്യം എന്റേതല്ല, കേരള ഹൈക്കോടതിയുടേതാണ്. കേരള ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് 5 ചോദ്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അതായത് ഭരണകൂടത്തോട് ചോദിച്ചു. ഒന്നിനും മറുപടിയില്ല. മാത്രമല്ല, മറുപടി തരണമെങ്കിൽ ഇനിയും 2-3 മാസം സമയം തരണം എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. അപ്പോൾ എന്താണ് ഒളിച്ചു വെക്കുന്നത്? എന്താണ് വ്യക്തമാക്കാത്തത്? കൃത്യവും വ്യക്തവുമായി ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും കേരള സംസ്ഥാന സർക്കാരിന് മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ട്? അപ്പോൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയാൽ പോരാ, നിങ്ങൾ കണക്കെഴുതണം, ആ കണക്ക് കോടതിയിൽ കാണിക്കണം, കേന്ദ്രത്തിന് കൊടുക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ പോലും കണക്കില്ല. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ. ഇനി അത് എന്തുകൊണ്ട്, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. ഷാജിമോന് അവിടുത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ വലിയ വിലയുണ്ട്. ഞാനും അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഇതിന്റെ സാങ്കേതിക വശങ്ങളും കേന്ദ്രം എന്തുകൊണ്ട് പണം തരുന്നില്ല എന്നുള്ളതിന്റെ വസ്തുതയും ഞാൻ വ്യക്തമാക്കാം. ഷാജിജി, നീട്ടിക്കുറുക്കാനൊന്നും ചോദ്യമല്ല, ഒറ്റ ചോദ്യമുള്ളൂ. എന്താണ് നിങ്ങളുടെ ജനതയുടെ അവിടുത്തെ അവസ്ഥ? കാരണം ഞങ്ങളൊക്കെ പുറമേ നിന്ന് ചാനലുകളിലൂടെ കണ്ടറിയുന്ന ആളുകളാണ്. അങ്ങ് അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ചൂരൽമല എന്ന് പറയുന്ന ആ ദേശത്ത് തന്നെയാണ് അങ്ങ് ജീവിക്കുന്നത്. ദുരന്തം ബാധിച്ച ദേശം തന്നെയാണ്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് അങ്ങയുടെ ആ ജനങ്ങളുടെ പ്രതികരണം? എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ജനനിബിഡത്തിലേക്ക്, ഒരു ജനക്കൂട്ടത്തിനകത്തേക്ക് ഒരു ബോംബ് വീണതുപോലെ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തെറിച്ചു പോയ ഒരു ജനതയാണ് ഞങ്ങളിപ്പോ ആകെ കൂടിച്ചേരുന്നത് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ മാത്രമാണ്. ഇപ്പൊ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ കീഴിൽ ഒരു 1000 കുടുംബങ്ങളിൽ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. പരമാവധി 1023 അത്രയുണ്ട്. പിന്നെ കുറെ പേരെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും. അങ്ങനെയാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത് പോലും. ഇപ്പോഴത്തെ പുനരധിവാസത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ പതുക്കെ കരിഞ്ഞു തുടങ്ങുകയാണ്. ശരിക്കും നമുക്കറിയാം, പുനരധിവാസത്തിന് വേണ്ട ഭൂമി ഏറ്റെടുക്കൽ, ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ, ഇപ്പോ ഹർത്താലുകൾ നടത്തി അതിനുപരി വലിയ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചെതിരെ നിരന്തര വിവാദങ്ങളാണ്. ഇതിലൊന്നും ആളുകൾക്ക്, ഈ ഇരകളായിട്ടുള്ള ആളുകൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്ന് പുനരധിവാസം സാധ്യമാകും. അപ്പോ നമുക്കറിയാം, ഭൂമി ഏറ്റെടുക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഭൂമി ഏറ്റെടുക്കാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അതിൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട്, ഇത് ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ ഒരു അഭിപ്രായമല്ല, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം. ഈ ഒരു ഭൂമി ഏറ്റെടുക്കൽ നമുക്കറിയാം വർഷങ്ങളോളമായിട്ട് കേസിൽ നടക്കുന്ന ഒരു ഭൂമിയാണിത്. ഈ ഭൂമി ഇപ്പൊ ഇവർ ഏറ്റെടുക്കുമ്പോൾ കേസിന് പോയി. ഈ കമ്പനിയിൽ ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്, വെസ്റ്റേൺ എസ്റ്റേറ്റ് പറഞ്ഞ 2 എസ്റ്റേറ്റുകൾ, 2 സ്വകാര്യ ഭൂമികൾ. അതിൽ ഹാരിസൺസ് എസ്റ്റേറ്റ് കുറച്ചുകൂടി വലിയ ഭൂമിയാണ്, തോട്ടഭൂമിയാണ്, വലിയ കോർപ്പറേറ്റ് കമ്പനിയാണ്, RPG ഗോയകളുടെ നേതൃത്വത്തിലുള്ള. അവർ കേസിന് പോയി. ഈ കേസിന് പോയ സ്ഥിതിക്ക് ഇവർ വർഷങ്ങളായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിച്ച ഭൂമി ഈ പ്രശ്നത്തിൽ, അതായത് പട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ്, ഇത് സർക്കാർ ഭൂമിയാണെന്ന് സർക്കാർ പലതവണ കേസുകളിൽ തോറ്റുകൊടുത്ത ഒരു ഭൂമി കൂടിയാണ്. ഈ ഭൂമിക്ക് സർക്കാരിന് 2 ഓപ്ഷനാണ് സർക്കാർ മുമ്പിലുള്ളത്. ഒന്ന്, കേസുമായിട്ട് പോവുക. ഈ കേസുമായിട്ട് പോകുമ്പോൾ അനന്തരമായിട്ട് ഈ പുനരധിവാസം നീണ്ടുപോകും. പുനരധിവാസം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഇവരോട് ഒരു സെറ്റിൽമെന്റ് ചെയ്തിട്ട് ഇതിന് വില കൊടുത്ത് വാങ്ങിക്കുക. അവര് പറയുന്ന, കമ്പനി പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കുക. കമ്പനി പറയുന്ന വില കൊടുത്ത്, അവിടെയാണ് നമ്മളൊരു അപകടം. അതായത് ഞാനിതൊരു ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹിയാണ്, എനിക്ക് പരിമിതികളുണ്ട്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്കൊരു മടിയില്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷെ രാഷ്ട്രീയ നേതൃത്വം സത്യത്തിൽ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഇതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൂമി ഇവർ HMLന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ കോടതിയിൽ അവർക്കൊരു വാദമുഖം കൂടിയായി. ഗവൺമെന്റ് ഞങ്ങളുടെ ഭൂമി ആയതുകൊണ്ടാണ് ഗവൺമെന്റ് ഞങ്ങൾക്ക് വില തന്ന് ഏറ്റെടുത്തു. അപ്പൊ ഗവൺമെന്റ് ഈ ഭൂമി ഏറ്റെടുക്കന് കാലതാമസം വരികയാണെങ്കിൽ ഇവിടെ ഇരകളായിട്ടുള്ള ആളുകൾ, ഞങ്ങളടക്കമുള്ള ആളുകൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് മറവിൽ ഈ HMLുമായിട്ട് ചർച്ച നടത്തി, HML മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തി ഇവർക്ക് പണം കൊടുത്ത് വാങ്ങിക്കേണ്ട, അല്ലെങ്കിൽ ഇവർ കൃത്യമായിട്ട് പറയും, എന്ത് പൊതുസമൂഹത്തോട് പറയും, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയപ്പോൾ ഞങ്ങളെ സമ്മർദ്ദത്തിൽ ഞങ്ങൾ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഇത് വാങ്ങിക്കേണ്ടി വന്നത്. ഈ സമ്മർദ്ദം, ഞങ്ങൾക്ക് ഈ സമരവും ചെയ്യാതെ രക്ഷയില്ല. ഞങ്ങൾ ഇരകൾക്ക് പുനരധിവാസം, ഞങ്ങളുടെ മുമ്പിലുള്ള ഈ 2 തോട്ട ഭൂമി ഏറ്റെടുക്കുന്നതാണ് ഗവൺമെന്റ്.
ഈ ഏറ്റെടുക്കല് നിയമപ്രശ്നങ്ങളിലേക്ക് മറ്റും അങ്ങനെ കാലാവധി ഇല്ലാതെ കാലങ്ങളോളം നീണ്ടു പോവുകയാണെങ്കിൽ പുനരധിവാസം നീണ്ടു പോകുന്നതുകൊണ്ട് ഞങ്ങൾ സമരത്തിനിറങ്ങും. ഞങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് HML-ഉമായിട്ട് ഒരു ബാർഗൈനിങ്ങും ഒരു വിലപേശലെല്ലാം നടത്തിയിട്ട് HML-ന് ഈ ഭൂമി ഏറ്റെടുക്കും. HML-ന്റെ അടുത്ത് ഈ ഭൂമി ഏറ്റെടുക്കും. HML-ന്റെ ഈ അടുത്ത് ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ HML-ന് കോടതിയിൽ പറയാൻ ഒരു കാരണമായി ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ഇവിടെ ഈ ഇരകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവരെന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ എന്തൊക്കെയോ ഇതിന് പുറകിൽ നടക്കുന്നുണ്ട്. ഇത് ഞാൻ ലജ്ജയോടെ പറയട്ടെ, ഒരു രാഷ്ട്രീയ നേതൃത്വം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഇതിന് സമയമില്ല. ഒരു രാഷ്ട്രീയ നേതൃത്വം, ഏത് രാഷ്ട്രീയ നേതൃത്വം, അതിലെനിക്ക് പറയാം, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് ഇതിൽ ഒരു മടിയുമില്ല. ഇത്തരം അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പൊ ഇന്നലെ WSS വയനാട് സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മാനന്തവാടി രൂപതയുടെ ഒരു സഹായ വിവിധ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ദുരിതബാധിതർക്ക്, അത് പ്രത്യേകിച്ച് ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല ഭാഗങ്ങളിലുള്ള ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള ഒരു സഹായധന വിതരണം വിവിധ കാര്യങ്ങളിലെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സഹായം വിതരണം ചെയ്യലുണ്ടായിരുന്നു. അതില് ഉദ്ഘാടകനായിട്ട് കേളുവായിരുന്നു പട്ടിക വർഗ വികസന വകുപ്പ് മന്ത്രി, ഭിന്നക്ഷേമ വികസന മന്ത്രി. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഭൂമി ഏറ്റെടുക്കൽ അനന്തരമായിട്ട് അനിശ്ചിതം ഇങ്ങനെ കാലങ്ങളോളം നീണ്ടുപോവുകയാണെങ്കിൽ, അതൊരു നിയമപ്രശ്നക്കുരുക്കിൽ പെടുകയാണെങ്കിൽ ഞങ്ങൾ 30-40 ലക്ഷം രൂപ വീതം ഈ ഇരകൾക്ക് കൊടുത്തുകൊണ്ടെങ്കിലും ഞങ്ങൾ ഇത് തീർക്കുന്നു. അപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, അവിടുത്തെ പൊതുസമൂഹം ഇന്നൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ മുഴുവൻ ചർച്ച ചെയ്താണ്, ഞങ്ങളെ പുനരധിവസിപ്പിക്കേണ്ട കോളനി പോലുള്ള കാര്യങ്ങളിലേക്ക് ഇവര് ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം ഗവൺമെന്റിന്റെയാണ്, എത്രത്തോളം അത് കൃത്യമായിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ചെയ്തു വെക്കുന്ന ഒരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ ഇപ്പൊ ആവശ്യപ്പെടുന്നത് ടൗൺഷിപ്പിന് വേണ്ടി ഗവൺമെന്റ് ബുദ്ധിമുട്ടണ്ട. കൃത്യമായിട്ട് ഇന്നലെ മന്ത്രി കേളു പറഞ്ഞതുപോലെ അവർക്ക് ഭൂമിയും ഒരു വീടും വാങ്ങിക്കാനുള്ള അവരുടെ നഷ്ടത്തിനനുസരിച്ചുള്ള ഒരു തുക, കൃത്യമായിട്ടുള്ള ഒരു ചെറുതല്ലാത്ത ഒരു തുക കൊടുത്ത് അവർക്ക് സ്വയം പുനരധിവാസം കണ്ടെത്താനും അവർക്ക് വീടുകളും താമസവും കണ്ടെത്താനുള്ള അവർക്ക് അനുമതി കൊടുക്കണം. അതിനുള്ള സഹായം ഗവൺമെന്റ് ചെയ്താൽ മതി. അതിനുള്ള കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. 1023 പേരെയാണ് പുനരധിവസിപ്പിക്കേണ്ടതായിട്ട് മുട്ടിലിൽ വെച്ച് നടന്ന ഒരു ദുരന്ത പുനരധിവാസ സമാലോചന യോഗത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള വേണു സാർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു 1023 വരെ. ഈ 1000 പേർക്ക് 50 ലക്ഷം രൂപ കൊടുത്താൽ പോലും 500 കോടി രൂപയുള്ളൂ. 677 കോടി രൂപ CMDRF-ലുണ്ട്. 677 കോടി രൂപ CMDRF-ലുണ്ട്. 50 ലക്ഷം രൂപ വീതം കൊടുത്താൽ പോലും 500 കോടിയോ ആവുകയുള്ളൂ. ബാക്കി ഇവര് ലോക മലയാളി സമ്മേളനം നടത്തിക്കോട്ടെ, നമുക്ക് എന്താണെന്നേ. ലോക മലയാളി സമ്മേളനത്തിന് 100 കോടി കൊടുക്കുന്നില്ല ഇവര്. ഈ പാവങ്ങൾക്ക് 500 കോടി കൊടുക്കട്ടെ, എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക്. ഇത്രയും കാലം നികുതി കൊടുത്ത് ഈ മണ്ണിന്റെ മക്കളല്ലേ ഇവര്. അതിന് ഈ ഗവൺമെന്റ് തയ്യാറാകണം. മറിച്ച് ഞങ്ങൾ ഇപ്പൊ പറയുന്നത് HML-ന്റെ ഭൂമിയുടെ പുറകിൽ പോകരുത്. HML-ന്റെ ഭൂമിയിൽ പോവുകയാണെങ്കിൽ ഞാനും നിങ്ങളടക്കം, അത് കേരളീയ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. HML-നുള്ളിൽ ഞങ്ങളെ ഇരകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് HML-ആയിട്ട് വിലപേശൽ നടത്തരുത്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, പല വയനാട്ടിൽ ഭൂമി ഇല്ലാത്തതൊന്നുമല്ല, ഭൂമിയുണ്ട്. ഇതുപോലെ തന്നെ പലതവണ വയനാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഭൂമി ഇതുപോലെ തന്നെ വയനാട് ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ കൽപ്പറ്റ ടൗണിനോട് ചേർന്നാണ്. അവിടെ നിർമ്മാണം സാധ്യമല്ല എന്ന് പറഞ്ഞ് അതിൽ കളിച്ച കള്ളക്കളി പോലെ ഇതിലും ഒരു കള്ളക്കളി ഞങ്ങൾ സംശയിക്കുന്നു. പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു വിഷയമല്ല. അത് ശ്രദ്ധിക്കേണ്ടത് പൊതുസമൂഹമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മുമ്പിൽ ഞങ്ങളെ പുനരധിവസിപ്പിക്കുക. ഇപ്പോ പുനരധിവസിപ്പിക്കാൻ സ്ഥലവും ഭൂമിയും ഏറ്റെടുത്ത് ഗവൺമെന്റ് ബുദ്ധിമുട്ടേണ്ടതില്ല. ഗവൺമെന്റ് ഈ സ്വയം ഈ പുനരധിവാസം കണ്ടെത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതിൽ ഇന്നും ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഞങ്ങൾ ചർച്ച നടത്തുന്ന ഭൂരിപക്ഷം ഈ ഇരകളായിട്ടുള്ള ഈ ദുരന്തത്തിന്റെ ഈ ഡിസാസ്റ്ററിന്റെ ഇരകളായിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷവും ഒരു 95% ആളുകളും എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ടൗൺഷിപ്പ് വേണ്ട എന്നുള്ള നിലയ്ക്കാണ്. ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അനന്തരം നീണ്ടുപോകും. അതുകൊണ്ട് പുനരധിവാസം സ്വന്തം നിലയിൽ കണ്ടെത്താൻ ഓരോ ഇരയും തയ്യാറാണ്, ദുരന്തബാധിതനും തയ്യാറാണ്. ഗവൺമെന്റ് അതിനു വേണ്ട ധനസഹായം ചെയ്താൽ മതി എന്നാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ ഇക്കാര്യത്തിൽ. ജയസുരൻ സാർ, എങ്ങനെയാണ് ഇതിന്റെ കളികളും കള്ളക്കളികളും കണക്കും എല്ലാം വരുന്നത്? എങ്ങനെയാണ് സാർ ഇതിന്റെ മറ്റുള്ള വിവരങ്ങൾ? ഇത് വളരെ സിമ്പിളാണ്. സാങ്കേതികമായിട്ട് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ശ്രീ ഷാജിമോൻ പറഞ്ഞപ്പോൾ അത് വളരെ വ്യക്തമായി.
1023 പേരെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്. ഈ 1023 പേർക്ക് വേണ്ടി എത്ര രൂപ ഇപ്പോൾ കയ്യിലുണ്ടെന്നുള്ള കണക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം. 665 കോടി രൂപ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. അതുകൂടാതെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിച്ച 445 കോടി രൂപയുണ്ട്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത് യാതൊരു നൂലാമാലകളും നിയമ തടസ്സങ്ങളും പ്രോട്ടോകോളും നടപടിക്രമങ്ങളും ഒന്നുമില്ലാതെ സംസ്ഥാന സർക്കാരിന് ദുരന്തമുഖത്ത് ഇഷ്ടം പോലെ ചെലവഴിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടി കൊടുക്കുന്ന ഫണ്ടിന്റെ പേരാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട്. ഇത് കേന്ദ്രം കൊടുക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നതിന്റെ 75% കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അത് കൂടാതെയാണ് ഈ 445 കോടി രൂപ മിറ്റിഗേഷൻ ഫണ്ട് ഉള്ളത്. ഞാൻ ആ ദുരിതാശ്വാസ ഫണ്ടിന്റെ കാര്യം മാറ്റിവെക്കുന്നു. അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിന് തർക്കങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിട്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ കൊടുത്ത പണം 665 കോടിയുണ്ട്. സംസ്ഥാനത്തിന് സർവ്വസ്വാതന്ത്ര്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാവുന്ന മിറ്റിഗേഷൻ ഫണ്ട് 445 കോടിയുണ്ട്. BJPയുടെ സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുത്ത 70 കോടി രൂപ കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 1180 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൈവശം വളരെ ഫ്രീ ആയിട്ട് ഉണ്ട്. ഇവിടെ എത്ര പേരെയാണ് പുനരധിവസിപ്പിക്കേണ്ടത്? 1023. 1023 കഴിഞ്ഞ് 1180 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 150 കോടി രൂപ അധികം ഇപ്പോൾ ഉണ്ട്. ഒരാൾക്ക് 1 കോടി രൂപ വെച്ച് കൊടുത്താൽ പോലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ 158 കോടി രൂപ പിന്നെയും മിച്ചമുണ്ട്. ഇതാണ് ഇവിടുത്തെ സാമ്പത്തിക യാഥാർത്ഥ്യം. ഇത് വളരെ സിമ്പിളായ കണക്കല്ലേ? ഇത് ഞാൻ എല്ലാ ചാനലുകളിലും ചോദിക്കുന്ന ഒരു കണക്കാണ്. ആർക്കും മറുപടിയില്ല. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസുമായിട്ട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ ജോൺ ബ്രിട്ടാസിനും മറുപടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണക്ക് കയ്യിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഗവൺമെന്റ് HMLന്റെ ഭൂമി എടുക്കാൻ പോകുന്നത്? ഞാനൊരു പഴയ സംഭവം ഓർമ്മിപ്പിക്കാം. പഴയതല്ല, ശബരിമല വിമാനത്താവളത്തിന് ഭൂമി എടുക്കാൻ വേണ്ടി സർക്കാർ പോയപ്പോൾ യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ ഭൂമി തന്നെ എടുക്കുള്ളൂ. കാരണം HMLന്റെ കാര്യം പറഞ്ഞ പോലെ പാട്ടക്കാലാവധി കഴിഞ്ഞ് സർക്കാർ തിരിച്ചെടുക്കേണ്ടതായ ഭൂമിയായിരുന്നു മെത്രാപ്പൊലീത്ത യോഹന്നാന്റെ കയ്യിലുണ്ടായിരുന്നത്. അതെടുക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, അത് പാട്ടക്കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ ഭൂമിയാണ്. പക്ഷേ അത് ഗവൺമെന്റ് വീണ്ടും വില കൊടുത്തെടുക്കുകയാണ്. യോഹന്നാന്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ സഭയ്ക്ക് വീണ്ടും വില കൊടുത്തെടുക്കുകയാണ്. ആ വിലക്കകത്ത് കമ്മീഷൻ അടിക്കാം, അല്ലെങ്കിൽ പപ്പാതിയോ അല്ലെങ്കിൽ 80-20യോ എങ്ങനെയെങ്കിലും അവർക്ക് ഒത്തുതീർപ്പുണ്ടാക്കി CPMന്റെ നേതാക്കന്മാർക്ക് പണമുണ്ടാക്കാനും ജനങ്ങളെ കൊള്ളയടിക്കാനും ഖജനാവ് മോഷ്ടിച്ചുകൊണ്ട് പോകാനുമുള്ള പണിയായിരുന്നു. അപ്പോൾ ശബരിമലയിൽ കണ്ട അതേ കള്ളക്കളിയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത്. HML കേസ് കളിക്കുകയാണ്. കാരണം അവരുടെ കാലാവധി കഴിഞ്ഞതാണ്. അപ്പോൾ അവരുടെ പണം, അവരുടെ സ്ഥലം പണം കൊടുത്ത് സർക്കാർ മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിയമപരമായി അവർക്ക് ഈ രാജ്യത്തുള്ള മുഴുവൻ ഭൂമികളിൽ മേലും പറയാൻ പറ്റും, കണ്ടോ സർക്കാർ ഞങ്ങൾക്ക് വില തന്നിട്ടാണ് വാങ്ങിയത്, അപ്പോൾ ഞങ്ങളുടെ ഭൂമിയെല്ലാം ക്ലീൻ ആണ്, സർക്കാരിനെ ഏറ്റെടുക്കാൻ കഴിയില്ല. കോടതി പോയാൽ അവർക്ക് വലിയ ഗുണമാണ്. എന്തിനാണ് കാര്യം? ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണല്ലോ CPMും കോൺഗ്രസും. കോൺഗ്രസിന്റെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു, അവിടെ 100 വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾ പണം തരാൻ തയ്യാറാണ്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഭൂമി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഭൂമി വില കൊടുത്ത് മേടിച്ചോളാം, വില കൊടുത്ത് മേടിച്ച് ഞങ്ങൾ ഇവിടെ വീടുണ്ടാക്കി കൊടുത്തോളാം. പറഞ്ഞത് BJP അല്ല, കോൺഗ്രസിന്റെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് പറഞ്ഞത്. 100 വീട് ഞങ്ങൾ വെച്ചു കൊടുക്കാം, ഭൂമി ഞങ്ങൾ മേടിച്ചോളാം, ഞങ്ങൾക്ക് ഈ പറഞ്ഞ HMLുമായിട്ട് ഗുസ്തി കളിക്കേണ്ട കാര്യമില്ല, ആകെപ്പാടെ ഒരു അനുമതി തന്നാൽ മതി. അതായത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPM ഭരിക്കുന്ന സംസ്ഥാനത്ത് അതേ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി 100 വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ ഭൂമി മേടിച്ച് ഞങ്ങൾ വീട് വെച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തോളാമെന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, കാശ് ഇങ്ങ് തന്നാൽ മതി എന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. അപ്പോൾ ഇതിന്റെ പുറകിലുള്ള താല്പര്യം എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണ്? ഏതൊരു പ്രശ്നം വരുമ്പോഴും ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുക, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെക്കുക, കോടതിയിൽ പോവുക, കേസിൽ കുരുക്കി വിഷയം അവിടെ ഇട്ടിട്ട് പോവുക. അപ്പൊ ജനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതോ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതോ അവരെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുന്നതോ ഒന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ HMLുമായിട്ട് കേസ് കളിക്കണം. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ സാമ്പത്തിക സഹായം മറ്റുള്ളവർ തരാമെന്ന് പറഞ്ഞാൽ പോലും അത് പൈസയായിട്ട് തരണം.
വീടൊന്നും വേണ്ട, പൈസയായിട്ട് തരണം. എന്നാൽ കയ്യിലിരിക്കുന്ന 1180 കോടി രൂപയിൽ തൊടാനും പാടില്ല. എന്നിട്ട് ഈ പണം എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്രത്തിന്റെ കുറ്റമാണ്. കേന്ദ്രത്തിനെതിരെ ധാരാളം കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ് വിമാനത്തിന്റെ കൂലി ചോദിച്ചു എന്നുള്ളത്. ഞാൻ അതിന്റെ കാര്യം വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പൊ കത്തി നിൽക്കുന്ന വിഷയം അതാണ്, വിമാനത്തിന്റെ കൂലി ചോദിച്ചു. എന്തൊരു നരാധവന്മാരാണ്! ജനങ്ങളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിമാനം പറപ്പിച്ചിട്ട് അതിനൊക്കെ കൂലി ചോദിക്കാമോ സംസ്ഥാന സർക്കാരിനോട് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തില് കൃത്യമായിട്ട് ഞാൻ ആദ്യം തന്നെ പറയാം, വിമാനത്തിന്റെ കൂലി ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. ആ കൂലി കൊടുക്കാനുള്ള പൈസ ഇങ്ങോട്ട് തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു ചില്ലി പൈസ കേന്ദ്രത്തിന് വേണ്ട. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ നാട്ടിലെ സർക്കാർ ഓഫീസുകൾ ഉണ്ടല്ലോ, താലൂക്ക് ഓഫീസ് കേരള സർക്കാരിന്റെ, ഇലക്ട്രിസിറ്റി ഓഫീസ് കേരള സർക്കാരിന്റെ, വാട്ടർ അതോറിറ്റി കേരള സർക്കാരിന്റെ എന്ന് കരുതി താലൂക്ക് ഓഫീസിലെ കറണ്ട് ബില്ല് താലൂക്ക് ഓഫീസിൽ നിന്ന് KSEBിയിൽ അടക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ താലൂക്ക് ഓഫീസിൽ വെള്ളം എടുക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ബില്ല് താലൂക്ക് ഓഫീസിൽ നിന്ന് വാട്ടർ അതോറിറ്റിയിൽ അടക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തിനാണ് ഞങ്ങളോട് കറണ്ട് ബില്ല് ചോദിക്കുന്നത്? ഞങ്ങൾ സർക്കാരല്ലേ, നിങ്ങളും സർക്കാരല്ലേ, പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ കറണ്ട് തന്നിട്ട് ബില്ല് ചോദിക്കുന്നത്, എന്തിനാ പൈസ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ ഇത്. അപ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസാരിക്കുന്നു, മാധ്യമങ്ങൾ സംസാരിക്കുന്നു. കണ്ടോ എത്ര ക്രൂരമായിട്ടാണ് നരേന്ദ്രമോദി കേരളത്തോട് പെരുമാറുന്നത്. അവിടെ വന്ന് അവിടുത്തെ ജനങ്ങളെ കെട്ടിപ്പിടിച്ച് അവരുടെ കൂടെ മണിക്കൂറുകളോളം ചെലവഴിച്ചിട്ട് ഒരു കുറവുമില്ല, എന്ത് വേണേ തരാമെന്ന് പറഞ്ഞു പോയ പ്രധാനമന്ത്രി ഇപ്പൊ കണ്ടോ നമ്മളെ അവഗണിച്ചില്ലേ, വിമാനത്തിന്റെ കൂലി ചോദിച്ചില്ലേ, അരിയുടെ കാശ് ചോദിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോ സാധാരണ ജനങ്ങളെ പൊട്ടനാക്കാൻ പറ്റും. CPM പണ്ട് കോൺഗ്രസിന്റെ കയ്യിലിരുന്ന സഹകരണ ബാങ്ക് പിടിച്ചെടുത്ത ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നടന്നതാണ്. അതായത് ഈ സഹകരണ ബാങ്കൊക്കെ അന്ന് ആദ്യകാലത്ത് ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ കേരള കോൺഗ്രസും അന്ന് CPM അതിനെതിരാ കൊടി പിടിച്ച് സഹകരണ ബാങ്കിനെതിരെ ഭയങ്കര സമരമെല്ലാം കുറെ കഴിഞ്ഞു. അവസാനം വായ്പയും ലോണും എല്ലാം വേണം, ചിട്ടിക്കകത്ത് ചേരണമെന്നൊക്കെ വന്നപ്പോ പിന്നെ സമരമൊക്കെ നിർത്തി ഷെയർ എടുത്ത് സഹകരണ ബാങ്കിൽ ചേർന്നപ്പോഴും ഭരണം കിട്ടുന്നില്ല. അപ്പോൾ ഇവർ ചെയ്ത പണി എന്താണെന്നറിയോ? വാർഷിക റിപ്പോർട്ട് അച്ചടിച്ച് അംഗങ്ങൾക്ക് വിതരണം ചെയ്യും. ഈ വാർഷിക റിപ്പോർട്ട് സഹകരണ ബാങ്കിന്റെ ആണെങ്കിലും ഏത് സ്ഥാപനത്തിന്റെ ആണെങ്കിലും ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗം അതിനകത്തുണ്ട്. വാർഷിക റിപ്പോർട്ടിൽ ഈ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? ഈ വർഷത്തെ ആകെ വരവ് ഇത്ര, ആകെ ചെലവ് ഇത്ര. ഈ വരവ് ചെലവ് കോളം അവസാനം വായിച്ചു നോക്കുമ്പോൾ തുല്യമാണ്. 13,26,618 രൂപ 15 പൈസ വരവ്, അത്രയും തന്നെ ചെലവ്. ഇത് സഖാക്കന്മാര് പൊതുയോഗത്തി വെച്ച് വായിക്കുകയാണ്. എന്നിട്ട് ജനങ്ങളോടൊരു ചോദ്യമാണ്, ഈ കണക്ക് എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ മേലെ ഇത് തട്ടിപ്പാണെന്ന്. അങ്ങനെ 13,12,145 രൂപ 15 പൈസ വരവുണ്ടെങ്കിൽ അത്രയും തന്നെ ചെലവ് ഇവന്മാർ ഒപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ. നമ്മളൊക്കെ വീട് നടക്കുന്നതല്ല, നമ്മുടെ വീട്ടിൽ എത്ര രൂപ വരവുണ്ട്, എത്ര രൂപ ചെലവുണ്ട്, ഇതുപോലെ 15 പൈസ വരെ കൃത്യമായിട്ട് വന്ന് വരവ് കോളവും ചെലവ് കോളവും ഒരുപോലെ ഇരിക്കുവോ എന്നൊരു ചോദ്യമാണ്. സാധാരണക്കാരൻ എടുത്തു നോക്കുമ്പോൾ ശരിയല്ലേ? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ സാങ്കേതികത്വം പൊതുജനത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു BCom എങ്കിലും പഠിച്ചവരല്ലേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു ചോദ്യമാണിത്. വിമാനത്തിന്റെ പൈസ ചോദിച്ചു എന്ന് പറയുന്നത്. ഞാൻ ആ കാര്യം ഒന്ന് വ്യക്തമാക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അതായത് ഇത്തരം കാര്യങ്ങളിൽ സൈന്യം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിനെ സംബന്ധിച്ച് 1970 ആംഡ് ഫോഴ്സ് ആക്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഭാഗം ഇത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് വായിക്കാം. അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓൺ എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ്, ജില്ലാ ഗവൺമെന്റ്, ജില്ലാ ഭരണകൂടം, അതിനാണ് സിവിൽ അതോറിറ്റി എന്ന് പറയുന്നത്. സിവിൽ അതോറിറ്റി ബൈ ദ ആംഡ് ഫോഴ്സസ്, the army compiles the details of incurred expenses and forward them to the state government. അതായത് ഒരു സംസ്ഥാനത്ത് ആർമി വന്നിട്ട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയാൽ അതിന് വേണ്ടി വരുന്ന ചെലവെല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി അത് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കണം. അതാണ് സംസ്ഥാന ഗവൺമെന്റിനോട് പൈസ ചോദിച്ചു എന്ന് പറയുന്നത്. അടുത്ത വാചകവുമാർ ആരും പറയല. അടുത്ത വാചകത്തിൽ പറയുന്നത് the state government then only need to submit this bill to the Central Ministry of Home Affairs. സംസ്ഥാന ഗവൺമെന്റ് പൈസ അല്ല കൊടുക്കേണ്ടത്, പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കിട്ടിയ ബില്ല് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്താൽ മതി, അല്ലാതെ പൈസ കൊടുക്കണ്ട. ഇത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്?
which reimburse these expenses from the relief fund allotted to the state government by the central government. അങ്ങനെ കൊടുക്കുന്ന ഈ ബില്ല്, അതിനകത്തെ ബില്ലിന്റെ തുക സംസ്ഥാന സർക്കാരിലേക്ക് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ റിലീഫ് ഫണ്ടിനകത്ത് നിന്ന് തട്ടിക്കിഴിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി പൈസയായിട്ട് കൊടുക്കണമെന്ന് ഉണ്ടെന്നിരിക്കട്ടെ, സംസ്ഥാന സർക്കാർ അയ്യോ ഞങ്ങൾ ഇങ്ങനെ തട്ടിക്കിഴിക്കുന്ന ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് പൈസയൊക്കെ തരും, ഞങ്ങളുടെ പൈസയുണ്ട്. അങ്ങനെ എവിടുന്ന് അവർക്ക് കൊടുക്കേണ്ടത്? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ് ഫണ്ട്. ആ ഫണ്ട് ആരാ തരുന്നത്? അത് കേന്ദ്ര ഗവൺമെന്റാ തരുന്നത്. അപ്പൊ കേന്ദ്രം ഇങ്ങോട്ട് തരുന്ന പൈസക്കകത്തുനിന്ന് പൈസയായിട്ട് വേണേ കൊടുക്കാം. ഇനി പൈസ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് തട്ടിക്കിഴിച്ചാൽ മാത്രം മതി. ഇതാണ് കേന്ദ്രം പറയുന്നത്. പക്ഷെ ഈ കാര്യം ആരെങ്കിലും പറയുന്നുണ്ടോ? ഇത് മറച്ചു വെച്ചിട്ട് ഇത് സർക്കാർ ഞങ്ങളോട് പൈസ ചോദിച്ചു എന്ന് പറയുമ്പോൾ എത്ര വലിയ പാപ്പരത്തമാ അത്. അത് സാധാരണ ജനങ്ങൾ ഇത് അറിയാൻ ഒരു അവസരമായി. ഏതായാലും ഈ ചർച്ച വന്നതോടുകൂടി സാധാരണ ജനങ്ങൾ ഇത് അറിയാൻ അവസരമായി. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹൈക്കോടതിയുടെ മുമ്പാകെ കേരള സംസ്ഥാന ഗവൺമെന്റ് ഡിസംബർ മാസം 11-ാം തീയതി കൊടുത്ത സത്യവാങ്മൂലം അഫിഡവിറ്റില് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളും കൂടി നമ്മൾ മലയാളി സമൂഹം, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അതിന്റെ 2-ാമത്തെ പേജിൽ അവസാനത്തെ ഹെഡിങ്ങിൽ പറയുന്നു, SDRF-ൽ നിന്ന് കൊടുത്ത തുകകൾ ഏതൊക്കെയാണ്, എത്രയാണ് എന്ന്. അതായത് സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്ത തുക എത്രയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, സംസ്ഥാന ഫണ്ട് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ അല്ല, കേന്ദ്രം കൊടുത്ത പൈസയാണ്. അതിൽ 2-ാം കോളത്തിൽ 4D-യിൽ പറയുന്നത് KSEBക്ക് 9 കോടി രൂപ കൊടുത്തു. SDRF-ൽ നിന്നാണ് കൊടുത്തത്, സംസ്ഥാന ഖജനാവിൽ നിന്നല്ല കൊടുത്തത്. അപ്പൊ KSEBക്ക് കൊടുത്തതും ഓരോ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തതും എല്ലാം പറയുന്നുണ്ട്. അതുപോലെ 4-ാമത്തെ പേജിൽ 7 മുതൽ 12 വരെ ഖണ്ഡികകളിൽ പറയുന്നത് 5 ഗവൺമെന്റ് ഉത്തരവുകൾ പ്രകാരം വിവിധ വകുപ്പുകൾക്ക് കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപയാണ്. അതിന്റെ മുഴുവൻ വിശദാംശവും വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. അതായത് ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന കണക്കാണിത്. അതിൽ 4-ാമത്തെ പേജിൽ പറയുന്നു 132 കോടി 61 ലക്ഷം ഹെലികോപ്റ്റർ വാടക ആയിട്ട് ഡിഫൻസ് മിനിസ്ട്രിയിലേക്ക് കൊടുക്കാനുണ്ട് എന്ന്. അതിന്റെ കണക്കും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ തന്നെ അതിന്റെ കണക്ക് എഴുതിയിട്ടുണ്ട് ഹൈക്കോടതി കൊടുക്കാൻ. ആ കണക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1 മുതൽ 64 വരെയുള്ള ഹെഡിങ്ങുകളിൽ 1 മുതൽ 5 വരെയുള്ള ഹെഡിങ്ങിൽ 2006-ാം ആണ്ടിലെ 4,58,000 രൂപയും 2016-ലെ 2 കോടി രൂപയും 2017-ാം ആണ്ടിലെ 9 കോടി രൂപയും 2018-ലെ, അതായത് ഇപ്പൊ ഏറ്റവും അവസാനമുള്ളതില് 39 ബില്ലുകളിലായിട്ട് 100 കോടി രൂപയും, 2018-ല് മഹാപ്രളയകാലത്ത് 100 കോടി രൂപയും ആണ് ഈ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്നത്. ആ 2019-ൽ 5 ബില്ലുകളിലായിട്ട് 2.5 കോടി രൂപയും 2020-ൽ 3 ബില്ലുകളിലായിട്ട് 3 കോടി രൂപയും 2024-ല് 6 ബില്ലുകളിലായിട്ട് 13.5 കോടി രൂപയും, അതായത് ഈ വർഷം 13.5 കോടി രൂപയും ഉൾപ്പെടെ 132 കോടി രൂപയാണ് 2006 മുതൽ 2024 വരെ എന്ന് പറഞ്ഞ 18 വർഷക്കാലം കൊണ്ട് ഇന്ത്യൻ പട്ടാളത്തിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട തുക. ഈ തുക എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതും കൂടി ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, 2018-ല് മഹാപ്രളയ കാലത്ത് 3000 കോടി അനുവദിച്ചു. അതിൽ 900 കോടി ചെലവഴിച്ചു. ബാക്കി 2100 കോടിയുടെ കണക്ക് ചോദിച്ചപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു. ഈ 2100 കോടിയിൽ നിന്ന് ഈ പറഞ്ഞ 132 കോടി എടുത്ത് വിമാനത്തിന്റെ കൂലി അങ്ങ് അടച്ച് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത്രയും കൂടെ തുക ഇങ്ങോട്ട് സൗജന്യമായിട്ട് വീണ്ടും കിട്ടുമായിരുന്നു. അതും കൊണ്ടുപോയി കളഞ്ഞു. എന്തുകൊണ്ട് കളഞ്ഞു? 2100 കോടി രൂപ സഖാക്കന്മാര് കട്ടോണ്ടുപോയ സഖാവിനെ പുറത്താക്കിയതും കേസെടുത്തതും പാർട്ടി തന്നെ ശിക്ഷിച്ചതും ഒക്കെ കേരളത്തിലെ പത്രങ്ങളിൽ വന്നതാണ്. അപ്പോൾ 2100 കോടി രൂപ മോഷ്ടിച്ചു പോയത് കൊണ്ട് അതിന്റെ കണക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ കാലഘട്ടം മുതലുള്ള 18 വർഷക്കാലത്തെ ഹെലികോപ്റ്റർ വാടകയാണ് ഈ 132 കോടി രൂപ. അതിൽ കൂടുതൽ ഞാൻ ഇതിനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ ഈ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കണക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുമ്പോൾ 75% കേന്ദ്രത്തിന്റെയും 25% സംസ്ഥാനത്തിന്റെയാണ്. ഇനി സംസ്ഥാനത്തിന്റെ ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ്, ഒരു പൈസ കൊടുക്കാനില്ല സാർ എന്ന് പറഞ്ഞാലും കേന്ദ്രത്തിന് ഒരു കുഴപ്പമില്ല. കേന്ദ്രം പറയും എന്നാൽ ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്തോളാം. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അതിനൊരു പ്രൊവിഷൻ ഉണ്ട്.
ഒരു സംസ്ഥാനം പാപ്പരായി പോയാൽ ആ സംസ്ഥാനത്ത് ദുരിതാശ്വാസം നടത്താതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ 25 ഇങ്ങോട്ട് ഇട്ടിട്ട് ഞങ്ങളുടെ 75 തരുമെന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റ് പറയല. പകരം എന്താ കേന്ദ്രം ചെയ്യുന്നത്? കേന്ദ്രം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ 25% കൂടെ കേന്ദ്രം ഇങ്ങോട്ട് തരും. എന്നിട്ട് അടുത്ത കൊല്ലത്തെ കണക്കിൽ ആ 25% തട്ടിക്കിഴിക്കും. അതായത് തൽക്കാലം ഈ വർഷം കാര്യം നടക്കട്ടെ എന്ന് പറയും. ഇപ്പൊ കേരളത്തിന്റെ ഹൈവേയുടെ പ്രശ്നം അതാണല്ലോ. കേരളത്തിന്റെ ഹൈവേയില് 15% തുക കേരളം അടയ്ക്കണം. കേരളം കൈമലത്തി ഞങ്ങളുടെ പൈസ ഇല്ല, ഞങ്ങൾക്ക് ഹൈവേ വേണ്ട എന്ന് പറഞ്ഞപ്പോ കേന്ദ്രം എന്താ പറഞ്ഞത്? നിതിൻ ഗഡ്കരി പറഞ്ഞു, നിങ്ങളുടെ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇട്ടോളാം, 100% ഞങ്ങൾ പൈസ ഇട്ടിട്ട് കേരളത്തിൽ കൂടെ ഹൈവേ ഉണ്ടാക്കിക്കോളാം. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്രം നിലപാടെടുത്തത്. അതുപോലെ തന്നെ കേന്ദ്രം ഇവിടെ നിലപാടെടുക്കും. ഇനി ഇതിന് പുറമെ ഒരു 40 കോടി രൂപ വേറെ ഉണ്ട്. അതായത് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ആദ്യം ചെലവാക്കേണ്ട പണമുണ്ട്. ആ പണം എന്ന് പറയുന്നത് റോഡുകൾ വൃത്തിയാക്കുക, പൊളിഞ്ഞുപോയ പാലത്തിന് പകരം സംവിധാനം ഉണ്ടാക്കുക, ഇപ്പൊ ബെയിലി പാലം പോലെ സംവിധാനം ഉണ്ടാക്കുക, അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ 40 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ 40 കോടി രൂപ സംസ്ഥാനത്തിന്റെ അല്ല, അതും കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. ഞാൻ പറയുന്നത് ഒരൊറ്റ പൈസ, ഒരു സിംഗിൾ പൈസ, ഞാൻ ആലങ്കാരികമായിട്ട് ചുമ്മാ പറയുന്നതല്ല ഒരു പൈസ എന്നൊക്കെ, കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പറയാണ്, ഒരു പൈസ കേരള ഖജനാവിൽ നിന്ന് ഇന്നുവരെ വയനാടിന് വേണ്ടി കേരളം ചെലവാക്കിയിട്ടില്ല. ഉണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആർക്ക് എവിടെ കൊടുത്തു എന്ന് പറയണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര കൊടുത്തു, വാട്ടർ അതോറിറ്റിക്ക് എത്ര കൊടുത്തു, ഫയർഫോഴ്സിന് എത്ര കൊടുത്തു, ഇലക്ട്രിസിറ്റി ബോർഡിന് എത്ര കൊടുത്തു, സിവിൽ സപ്ലൈസിൽ അരി മേടിച്ചതിന് എത്ര കൊടുത്തു, മെഡിക്കൽ ഡോക്ടർമാരെയും മരുന്നും കൊടുത്തതിന് എത്ര രൂപ കൊടുത്തു. ഇതിന് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരൊറ്റ പൈസ ഇന്ന് വരെ ചെലവഴിച്ചിട്ടില്ല. മുഴുവൻ ചെലവഴിച്ച പൈസയും കേന്ദ്രം തന്ന പൈസയാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ പണമെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ളതിന് കണക്ക് കൊടുക്കാതെ കേന്ദ്രത്തിനെതിരെ ഹർത്താലും നടത്തി സമരവും നടത്തി അവസാനം ഹൈക്കോടതി പോയല്ലോ. ഹൈക്കോടതി കണ്ടം വഴി ഓടിച്ചില്ലേ? ഹൈക്കോടതി 5 ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി ഇല്ലല്ലോ. അവസാനം ചോദിച്ചു, നിങ്ങൾ ഈ കള്ളക്കണക്ക് എഴുതി അവസാനം കണക്കും ഇല്ലാതെ കോടതിയിലോട്ട് വരികയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലായിരുന്നു നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രതിനിധിക്ക്. ഇതല്ലേ ഹൈക്കോടതി? ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ BJP ആണ്, രാഷ്ട്രീയമാണ്, കേന്ദ്രമാണ് എന്നൊക്കെ പറയും. ഹൈക്കോടതിക്ക് എന്ത് രാഷ്ട്രീയം? ഹൈക്കോടതിക്ക് എന്ത് BJP? ആ ഹൈക്കോടതി ചോദിച്ചത് ഇതേ ചോദ്യമാണ്. ഇനിയിപ്പോ ആകെ പറയാവുന്നത് ജഡ്ജിമാര് മുഴുവൻ സംഖ്യയാണ്, അവരെ RSS ആണ് എന്ന് വേണേൽ പറയാം. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, നാളെ പറയാൻ വെച്ചിരിക്കുന്ന അടുത്ത ക്യാപ്സ്യൂൾ അതാ. അപ്പോൾ ഇതാണ് അവസ്ഥ. കയ്യിൽ പണമുണ്ട്. ദുരന്തബാധിത പ്രദേശത്തെ ദുരിതബാധിതർക്ക് 1 കോടിയിലധികം പൈസ കൊടുത്തിട്ട് 150 കോടി പിന്നെയും സർക്കാരിന്റെ ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ കണക്കാണ് ഞാൻ വ്യക്തമായിട്ട് അവതരിപ്പിച്ചത്. ഇതിന് മറുപടി പറയാൻ കേരളത്തിൽ ആർക്കാണ് സാധിക്കുക? ഞാനിപ്പോൾ ബൈജു വിളിച്ചത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇരുന്ന് ഇത് സംസാരിക്കാൻ പറ്റുന്നത്. അതായത് ഇതേപോലെ ഞാൻ ഏതെങ്കിലും ഒരു മറ്റ് ചാനലിൽ സംസാരിക്കാൻ ചെന്നാൽ സമ്മതിക്കില്ല. ആര് സമ്മതിക്കില്ല? ആങ്കർ പോലും സമ്മതിക്കില്ല. അവർ തടസ്സമായിട്ട് ചാടും. പിന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നിച്ച് ആക്രമിക്കും BJPയെ. എന്നാൽ ഈ വസ്തുതകൾ കോടതിക്ക് ബോധ്യമായതുകൊണ്ട് കോടതി ആഞ്ഞടിച്ചു, കോടതി കൃത്യമായിട്ട് ചോദിച്ചു. ഇപ്പോൾ നമ്മൾ ന്യൂസ് കഫേയിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കൊണ്ട് ബൈജു എന്റെ കഴുത്തിന് പിടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എവിടെയെങ്കിലും പോയിരുന്നാൽ അവസ്ഥ എന്താ? അത് തരട്ടെ, അടുത്ത ആളിലേക്ക് പോകാം. അല്ലെങ്കിൽ ഒരു രക്ഷയില്ലേ പറയുന്നത്. ഇപ്പൊ ഒരു ഷോർട്ട് ബ്രേക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നു, പിന്നീട് വരാമെന്ന് പറഞ്ഞു പോകും, പിന്നെ ഒട്ട് വരികയില്ല. ഇതാണല്ലോ ഇവരുടെ തന്ത്രം. ഏതായാലും ഇതാണ് ഇതിന്റെ വാസ്തവം. ഇത് ഞാൻ പറഞ്ഞ ഈ വാസ്തവമല്ല. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഇവിടുത്തെ മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഇത്രയും പറയാൻ അവസരം തന്നതിന് ബൈജുവിന് പ്രത്യേകം നന്ദിയും പറയുന്നു. ഷാജിമോൻജി, എനിക്കൊരു കാര്യം ചോദിക്കാം. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് എനിക്കറിയാമെങ്കിലും ഞാൻ അങ്ങയോട് ഓപ്പൺ ആയിട്ട് ചോദിക്കണം. ആരാണ് നിങ്ങളുടെ MLA? ആരാണ് നിങ്ങളുടെ MP? ഇപ്പോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടല്ലോ. ഈ മുന്നണിയിലെ കക്ഷികൾ തന്നെയാണ് ഇപ്പോ കേരളം ഭരിക്കുന്ന പാർട്ടി ആയാലും നിങ്ങളുടെ അവിടുത്തെ MLA MP ഒക്കെ ആയിക്കഴിഞ്ഞാലും ഇവരെയൊക്കെ ഇത് പച്ചയ്ക്ക് വെളിപ്പെടുത്തിയിട്ട് എന്താണ് ഇവരുടെ ഇപ്പൊ ഈ ആക്ഷൻ കൗൺസിലിനായാലും അവിടുത്തെ ദുരിതബാധിതർക്കുമുള്ള സംഭാവന ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാജിമോൻജി? ഇപ്പോ ഞങ്ങളുടെ കൽപ്പറ്റ MLA T സിദ്ദിഖാണ്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം. അതുപോലെ നിങ്ങൾക്കറിയാം, വിശ്വപ്രസിദ്ധമായിട്ടുള്ള മൂക്കൊക്കെ കൊണ്ടു നടക്കുന്ന പ്രിയങ്ക ഗാന്ധിയാണ് നിങ്ങളുടെ MP. പിന്നെ അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം ഈ MLA സിദ്ദിഖ് ആദ്യകാലങ്ങളിലൊക്കെ ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷെ അവരുടെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതൊന്നും ഒരു ജനശബ്ദ ആക്ഷൻ കൗൺസിൽ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അത്ര രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്ന ഔചിത്യമല്ല എന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല.
ഇപ്പോ ഞങ്ങളുടെ ദുരിതബാധിതരുടെ പ്രശ്നം ഞാൻ പറയാം. എനിക്ക് പറയാൻ ഏറെ ഉണ്ടെങ്കിലും എനിക്ക് അത്ര ഞാൻ ഇപ്പോ ഈ ഒരു കുപ്പായം ധരിച്ചുകൊണ്ട് അത് പറയുന്നത് ഔചിത്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ അവിടെ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം അരി വെളുത്തിരുന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങള്. കേന്ദ്ര സർക്കാർ ആയാലും കേരള സർക്കാർ ആയാലും പുനരധിവാസം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോ നിങ്ങൾ നോക്കൂ, നവംബർ 15 EPC എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കോൺട്രാക്ട് എന്ന് പറയുന്ന സംവിധാനം അത് തയ്യാറാക്കുന്ന പറഞ്ഞത്, അത് സൈൻ ചെയ്യും, കരാർ സൈൻ ചെയ്യുന്ന പറഞ്ഞത്, അതിനുള്ള ഒരു ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട്. അത് ഇതുവരെ ആയില്ല. ഡിസംബർ 31 ആകുമ്പോഴത്തേക്കും ഡിസംബർ 31 ആകുമ്പോഴത്തേക്കും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നു പറഞ്ഞു. അതും ആയിട്ടില്ല. ഇപ്പോ ഒരു DPR വേണമല്ലോ, ഏതൊരു പ്രൊജക്ട് ആയാലും അതിനൊരു പദ്ധതി രൂപരേഖയൊക്കെ വേണമല്ലോ. അത് വരെ ആയിട്ടില്ല. ഇനി എപ്പോഴാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടന്നു കഴിഞ്ഞ് അത് അളന്ന് തിട്ടപ്പെടുത്തി, അത് നമുക്കറിയാം, അത് അളന്ന് തിട്ടപ്പെടുത്തി പ്ലോട്ടുകൾ തിരിക്കണം. എത്ര വീടുകൾക്ക്, 1000 വീടുകൾക്കുള്ള പ്ലോട്ടുകൾ തിരിച്ച് അതിന് എന്നിട്ടുള്ള DPR തയ്യാറാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇനി എത്രത്തോളം കാലം ഈ പുനരധിവാസം നീണ്ടുപോകും? അത് സങ്കല്പിക്കാൻ കഴിയാത്ത അതാണ്. ഇപ്പൊ ഓരോരുത്തർ ഇപ്പൊ അതുപോലെ തന്നെ വാടകയുടെ കാര്യമൊക്കെ, പുത്തുമല ദുരന്ത ബാധിതരെ കുറഞ്ഞ ആളുകളാണ് പുത്തുമല 2019 പുത്തുമലയിൽ ഉരുൾപൊട്ടി ആളുകൾ 17 പേര് മരിച്ചു, 5 പേരിന് കാണാനുണ്ട്. അവിടെ 102 പേരെയാണ് പുനരധിവസിപ്പിക്കേണ്ട ഇരുന്നത്. അതില് 52 പേർക്ക് അവിടെ മാതൃഭൂമി സ്ഥലം എടുത്തു കൊടുത്തു. വിവിധ സന്നദ്ധ സംഘടന, പൂത്തക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് വെപ്പാടിക്കടുത്ത് 52 മാതൃഭൂമി സ്ഥലം എടുത്തു കൊടുത്തു. വിവിധ സന്നദ്ധ സംഘടനകളുടെ 10 പൈസയുടെ ചിലവ് സർക്കാരിന് ഇല്ലായിരുന്നു. അതില് മാതൃഭൂമി സ്ഥലം എടുത്തു വിവിധ സന്നദ്ധ സംഘടനകൾ അവർക്ക് വീട് വെച്ചു കൊടുത്തു. പക്ഷെ അതുപോലെ തന്നെ ഗവൺമെന്റ് ബാക്കിയുള്ള 50 പേർക്ക് ഗവൺമെന്റ് 6 ലക്ഷം രൂപ 6 ലക്ഷം രൂപ സ്ഥലത്തിന് 4 ലക്ഷം രൂപ വീടിനും വെച്ചു കൊടുത്തു. ഇപ്പോഴും 10-14 പേര് അവിടെ പുനരധിവാസ ലിസ്റ്റിൽ അർഹരായിട്ടുള്ള ആളുകൾ പെടാതെ അനാഥപ്രദങ്ങളെ പോലെ നടക്കുകയാണ്. അപ്പൊ ഇത്രയും വലിയൊരു സങ്കീർണമായിട്ടുള്ള ഈ ഒരു പുനരധിവാസം എങ്ങനെ ഗവൺമെന്റ് സാധ്യമാക്കും? ഇതുവരെ അതിനുള്ള ഒരു ഭൂമി ഞാൻ പറഞ്ഞില്ലേ, ഈ ഭൂമി ഏറ്റെടുക്കല് അത് എന്തിനും പുറകിലൊരു അജണ്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന, ഒരു നല്ല മനസ്സോടുകൂടി ഈ ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നുള്ള നല്ലൊരു മനസ്സോടുകൂടിയുള്ള, ഇതിനിടയിൽ ഈ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്നത് ഒരു അദൃശ്യമായ കരങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ചെയ്യണം, ഈ ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നുള്ള മനസാക്ഷിയിൽ ഒരുപാട് രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അവർക്ക് മുകളിൽ ആരൊക്കെയോ ഇതിനെ നിയന്ത്രിക്കുന്നു. ഇപ്പോൾ തന്നെ ജോൺ മത്തായി എന്ന് പറഞ്ഞ ഒരു ഭൗമശാസ്ത്രജ്ഞനാണ് അവിടെ വന്ന് അളന്ന് തിരിച്ചത്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നാട്ടില് പലതവണയായി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 1961 1984 22 പേര് മരണപ്പെട്ടു. 22 പേര് മരണപ്പെട്ടു. ഈ ഉരുൾപൊട്ടിയതിന് തൊട്ടടുത്ത് 2020 2019 പുത്തുമല, 2020 ഇതേ സ്ഥലത്ത് ഇപ്രാവശ്യം പൊട്ടിയെടുത്ത് 2024 ഒരു പഠനം നടത്തി കൃത്യമായിട്ട് ഇനിയും ദുരന്ത സാധ്യത പ്രദേശങ്ങളെ പഠനം നടത്തി അടയാളപ്പെടുത്തി അത്തരം ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിയിരുന്നെങ്കിൽ, ഇപ്പൊ നമ്മുടെ തേജസ്വി സൂര്യ ലോക്സഭയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 2020 ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു 4000 കുടുംബങ്ങളെ ഈ വയനാട്ടിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റണമെന്ന്. ഇപ്പോഴും നോക്കൂ, ഇപ്പോഴും അവിടെ അത്തരൊരു പഠനം നടത്തിയിട്ടില്ല. ഇവര് എന്താണ് ഇതിന് കാരണം എന്ന് ജോൺ മത്തായിയെ വെച്ച് പറഞ്ഞു. ആദ്യം ജോൺ മത്തായി അവിടെ ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു, ഇനി ഒരു 50 വർഷത്തേക്ക് ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല, ഇനി ഒരു 50 വർഷത്തേക്ക് ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പല ഐസർ മൊഹാലിയിലെ ഗവേഷകർ വന്നിട്ട് പറഞ്ഞു അവിടെ 75 മെട്രിക് ടണ്ണ് ഇനിയും വരും, അത് സമീപ ഭാവിയിൽ തന്നെ 1-2 വർഷത്തിന് അടുത്ത മഴക്കനെ ചിലപ്പോൾ വരും, ഇതിന് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നീട് വന്നപ്പോൾ അത് തിരുത്തി ജോൺ മത്തായി. അതുപോലെ ജോൺ മത്തായി ആദ്യം പറഞ്ഞു പുഞ്ചിരിമട്ടടക്കം മുണ്ടക്കായി പ്രദേശം ഒരിക്കലും ഇവിടെ വാസയോഗ്യമല്ലാന്ന്. പിന്നീട് അദ്ദേഹം പറഞ്ഞു 30 മീറ്ററിനും 50 മീറ്ററിനും ഉള്ള ആളുകളെ താമസിപ്പിക്കാന്ന്. പെട്ടെന്ന് ഇദ്ദേഹം, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ആ പരിസര പ്രദേശങ്ങളിൽ നിന്ന് സർവേക്ക് പോയ ആളുകളോട് ഇദ്ദേഹം പറയുന്നു, ഞാൻ നിസ്സഹായനാണ്, എനിക്ക് കാര്യങ്ങൾ കൃത്യമായി തുറന്നു പറയാൻ കഴിയില്ല. ഈ ശാസ്ത്രജ്ഞനെ പോലും ഇദ്ദേഹത്തെ ഈ വിദഗ്ധനെ പോലും സ്വാധീനിച്ചത് ആരാണ്? അങ്ങനെ ഭൂരിപക്ഷ ആളുകളെയും തിരിച്ച് അവിടേക്ക് കൊണ്ടുപോകാനുണ്ട്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് 2020 ഉരുൾപൊട്ടി നമ്മുടെ മണ്ഡലം സെക്രട്ടറി, BJPയുടെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന ആളടക്കം അയാളുടെ വീടടക്കം പോയിരുന്നു. അദ്ദേഹം ഇപ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തിരുന്നത് ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്ന്. അദ്ദേഹത്തെ പോലും നിശബ്ദമാക്കുക ചെയ്ത്.
ആ വീട് 3 പേരുടെ വീട് പോയപ്പോ അവിടെ രാജൻ മറുതായി എന്ന് പറയുന്ന ഒരു ദമ്പതികളുടെ വീടും പോയിരുന്നു. അങ്ങനെ അവരെ മാറ്റി വീടൊക്കെ കൊടുത്തു. പക്ഷെ അവരെ പിന്നെയും അവിടെ പോയി താമസിച്ചു മുണ്ടക്കയിൽ തന്നെ. ഇപ്രാവശ്യം അവരുടെ കുടുംബത്തിൽ 6 പേരോ മറ്റോ പോയി. അവരെല്ലാവരും ഒരു മകൻ മാത്രമാണ് ബാക്കിയായത്. അപ്പോ ഈ അപകടത്തിന് അവനവന്റെ ഹാബിറ്റായിട്ടുള്ള ഒരു ജീവികളെ പോലെ തന്നെ മനുഷ്യരും അവൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ മാറി താമസിക്കാൻ അവൻ തയ്യാറാവില്ല, ഏതൊരു ജീവിയെ പോലെ. അപ്പൊ കുറച്ച് നിർബന്ധപൂർവ്വം ഈ അപകടം ശരിക്കും കൃത്യമായിട്ടുള്ള പഠനം നടത്തി ആ പ്രദേശത്ത് ഇത്രയും അപകടം ഇനിയും വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ച് പറ്റില്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റേണ്ടതിന് പകരം ഇത്രയും അപകടം ഉണ്ടായിട്ടും ആ അപകട സാധ്യതയുള്ള ആ പുഴയിൽ നിന്ന് 50 മീറ്റർ അകലെ, നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായിട്ടുള്ള ആലക്കൽ നസീർ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്നു ആദ്യം. അദ്ദേഹത്തിന്റെ വീട് പുഴയിൽ നിന്ന് 400 മീറ്റർ അകലെയാണ്. പക്ഷെ ഇപ്പൊ മരത്തടി കിടക്കുന്ന അയാളുടെ മുണ്ടക്കയിൽ അയാളുടെ അടുക്കളയിലാണ് കയറി കിടക്കുന്നത്. വലിയ വലിയ ഒരു 4 ആനയ്ക്ക് വലിച്ചാൽ പോകാത്ത മരത്തടികൾ അദ്ദേഹത്തിന്റെ അടുക്കളയിലാണ് കിടക്കുന്നത്. അപ്പോ ഇദ്ദേഹം പറയുന്നത് 30 മീറ്റർ 50 മീറ്റർ പരിധി ആ പുഴയിൽ നിന്ന് വിട്ടിട്ടുള്ള ആളുകൾക്ക് താമസിക്കാമെന്ന്. ഇനിയും ഒരുപാട് ആളുകളെ കൊലയ്ക്ക് കൊടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാർ ഇപ്പൊ പുനരധിവാസത്തിനോടൊപ്പം തന്നെ ആ വെള്ളരിമലയുടെ മേഖലയിൽ ഇനി ദുരന്ത സാധ്യത ഉണ്ടോ? ദുരന്ത സാധ്യത ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾ എത്ര, അവരെയും കൂടി പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നല്ല. ഇപ്പൊ ഗവൺമെന്റ് 467 പേരുടെ പുനരധിവാസമാണ് ഇപ്പൊ പറയുന്നത്. ആദ്യം അത് അവർ പറഞ്ഞത് 1000 പേരെന്ന്. മുഖ്യമന്ത്രി നിയമസഭയിൽ 1046 പേര് പറഞ്ഞു, അന്നത്തെ ചീഫ് സെക്രട്ടറി 1023 പേരുടെ പറഞ്ഞു. ഇപ്പൊ അവര് 467 പറയുന്നു, 500 പറയുന്നു. ഇപ്പൊ അവര് 600-ൽ താഴെ ആളുകളെയാണ് പുനരധിവസിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ തിരിച്ച് ആ താഴ്വരയിൽ അപകടകരമായ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് അവർ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഈ പണം, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പേര് പറഞ്ഞ് മാത്രം 675 കോടി രൂപ CFDRF ഉണ്ടെന്ന് പറയുന്നു. ഇനിയിപ്പോ കേന്ദ്രത്തിന്റെ പണം കൂടി കിട്ടും. ഈ പണം കഴുകനെ പോലെയാണ് ഇവര്, ദുരന്തം കാത്തിരിക്കുന്ന കഴുകനെ പോലെ, അല്ലെങ്കിൽ ഒരു ശവം കാത്തിരിക്കുന്ന കഴുകനെ പോലെ ഇവർ ഇത് കാത്തിരിക്കുകയാണ്. അപ്പോ ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നോ ഇനി ഭാവിയിൽ പൗരനെ, ഗവൺമെന്റിന്, സർക്കാരിന് ആ പൗരന്മാരോട് ഒരു കടപ്പാടും ഒരു ബാധ്യതയും ഒരു പ്രതിബദ്ധതയുണ്ട്. അത് അവർക്കില്ല. ഈ ഗവൺമെന്റ് ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ഇത്രയും ആളുകളെ, ആ ചൂരൽമലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ, അതിന് പല കാരണങ്ങളും ഉണ്ട്. നമ്മള് ഉദ്ദേശിക്കുന്ന തുരങ്കപാത ഈ വെള്ളരിമലയുടെ മേഖലയിലൂടെയാണ്. വെള്ളരിമലയിലെ ഇപ്പൊ ഉരുൾപൊട്ടിയ ആ പ്രദേശത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെ മലയിലാണ് ഈ തുരങ്കപാത വരുന്നത്. അപ്പോ ഞാൻ ന്യായമായും ഭയപ്പെടുന്നത് ഈ തുരങ്കപാതയൊക്കെ അതിന്റെ സാധ്യതകൾ ഇല്ലാതാകുമോ? ഇത്തരം ഒരു ദുരന്ത സാധ്യത പഠനങ്ങൾ അവിടെ നടത്തിയാൽ ഈ തുരങ്കപാത എന്ന സ്വപ്നം അവരുടെ സ്വപ്നം ഇല്ലാതെ, അത് വയനാടിന്റെ ഒരു സ്വപ്നം കൂടിയാണ്. അതിനെ ഞാൻ എതിർക്കുകയല്ല. പക്ഷെ അതുകൊണ്ടൊക്കെയാണോ ഈ സാധാരണക്കാരെ വീണ്ടും ഈ അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്നത് എന്ന് പിന്നെ ഞാൻ സംശയിക്കുകയാണ്. ഓരോ മഴ പെയ്യുമ്പോഴും ഒരു ഇടി വെട്ടുമ്പോഴും അവിടെ ഇപ്പോഴും കുറെ ആളുകൾ താമസിക്കുന്നത്. നമ്മളെ വി മുരളീധരൻ പറഞ്ഞിരുന്നു. വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം പറഞ്ഞത് 3 വാർഡുകളിലാണല്ലോ സംഭവിച്ചത്. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ്. ഈ 12ാം വാർഡിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ഈ 11ാം വാർഡ് മുണ്ടക്കൈ പൂർണ്ണമായിട്ടും പോയി, കുഞ്ചിരിമട്ടം തുടങ്ങി മുണ്ടക്കൈ. ഈ ചൂരൽമല 12ാം വാർഡിന്റെ ഒരു 30% പോയത്. സ്കൂൾ റോഡ് ഭാഗം, സ്കൂൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഒരിക്കലും അപകടപ്പെടില്ല അല്ലെങ്കിൽ അപകടമില്ല എന്ന് കരുതിയ ഞങ്ങളൊക്കെ അവിടേക്കാണ് ഈ മരവും പാറക്കഷ്ണങ്ങളെല്ലാം ഒഴുകി വന്നത്. അവിടെ പോയി. അവിടെ 30%. അട്ടമലയുടെ ഏകദേശം ഒരു 20% പോയിട്ടുള്ളൂ. ഒരു 20% പോയിട്ടുള്ളൂ. അപ്പൊ ഈ വാർഡുകൾ തന്നെ പൂർണ്ണമായിട്ട് പോയിട്ടില്ല. അത്രയും വാർഡുകൾ, ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ ഇവര് സംരക്ഷിക്കാൻ ഗവൺമെന്റ് പരാജയപ്പെട്ടു പോയി. ഇപ്പോ മുരളീധരൻ അത് പറഞ്ഞത്. പിന്നെ ഇതില് വേറൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, വയനാട് ദുരന്തം എന്ന് പറഞ്ഞപ്പോ, ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത്, വയനാട് ഇപ്പൊ പൊതുവെ എന്റെ ആ പ്രദേശങ്ങളൊക്കെ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. തൊഴിലില്ലാതായി ജനങ്ങൾക്ക്. ഈ ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരാതായി, തൊഴിലില്ലാതായി. അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പട്ടിണിയെ അഭിമുഖീകരിച്ച് ഇപ്പോ തൽക്കാലം ഇത്രയും കാലം കിറ്റും കാര്യങ്ങളും കിട്ടിയത് കൊണ്ട് ആളുകൾ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. സ്ഥിരമായിട്ട് പണിക്ക് പോയിരുന്നവർക്ക് പോലും 3 പണിയിൽ കൂടുതൽ ഇപ്പൊ കിട്ടുന്നില്ല. ടൂറിസം മേഖല ആകെ നിർജീവമായിട്ടുണ്ട്. അവിടുത്തെ 240 ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ. ഇപ്പൊ അവർക്കൊന്നും തൊഴിലില്ല. അങ്ങനെ വലിയൊരു അപകടം. അതുപോലെ തന്നെ ഈ പുഴുവരിച്ച കിറ്റ്, ഭക്ഷ്യധാന്യ കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്
ഭക്ഷ്യധാന കിറ്റ് കൊടുക്കുന്നതും ഗവൺമെന്റ് നിർത്തലാക്കി. ഇപ്പോ ജനങ്ങള് അങ്ങേറ്റം കഷ്ടപ്പാടിലാണ്. ഇതിനെ ആര് അഡ്രസ് ചെയ്യുന്നുള്ളതാണ്. എല്ലാ വിവിധ രാഷ്ട്രീയ സംഘടനകൾക്ക് അവരുടെ പാർട്ടികൾക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ സമരം ചെയ്യാനുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടല് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടല് ആരുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സങ്കടമുള്ള കാര്യമാണത്. ഈ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അവർക്ക് വിസിബിലിറ്റി കാണാൻ ശ്രമിക്കാൻ നല്ല ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് 136 പേർക്കാണ് ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രി ചികിത്സ നേടിയത്. ഈ 136 പേരിൽ വെറും 30 പേർക്ക് മാത്രമാണ് ഇവര് ധനസഹായം, അതായത് ധനസഹായം കൊടുത്തത്. ബാക്കി മെഡിക്കൽ ബോർഡിന്റെ മുമ്പിലാണ് 106 പേര്. ഇപ്പോഴും അതിനൊരു തീർപ്പുണ്ടായിട്ടില്ല. അതുപോലെ 21 പേരാണ് ഒറ്റപ്പെട്ടു പോയി. തീർത്തും മക്കളും ബാക്കിയുള്ളവരെല്ലാവരും കുടുംബത്തിൽ എല്ലാവരും മരണപ്പെട്ട് ഒറ്റപ്പെട്ടു പോയി 21 പേര്. അതിൽ 6 കുട്ടികൾ. അതുപോലെ തന്നെ അതിൽ 6 കുട്ടികൾ 15 പേരാണ് പ്രായപൂർത്തിയായവർ. അതില് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന ഈ ശ്രുതിയുടെ പിതാവ് എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എന്റെ ജോലിക്ക് വർഷങ്ങളോളം എന്റെ കൂടെയാണ് ജോലി ചെയ്തത്. അപ്പൊ ഈ ശ്രുതി എല്ലാവരും അറിയപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിയായതുകൊണ്ട് എല്ലാവരും ആ കുട്ടിയുടെ കഥ അറിഞ്ഞതുകൊണ്ട് ആ കുട്ടിയെ ചേർത്ത് നിർത്താൻ ഗവൺമെന്റ് തയ്യാറായി ആ കുട്ടിക്ക് ജോലി കൊടുത്തു. പക്ഷെ അതേപോലെ തനിച്ച് ജീവിതത്തിൽ തനിച്ചായ ചെറുപ്പക്കാർ കുറച്ചു പേരുണ്ട്. അവർക്ക് വാർത്താ പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ട് അവരെ ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ ജനശബ്ദ ആക്ഷൻ കൗൺസിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ 14 പേർക്കെങ്കിലും ആദ്യകാലങ്ങളിലൊക്കെ മന്ത്രി പറഞ്ഞ പത്രക്കട്ടിങ്ങും പറഞ്ഞ വാർത്താക്കുറിപ്പൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ദുരിതബാധിതരായിട്ടുള്ളവരുടെ കുടുംബങ്ങളിലെ 671 കുടുംബങ്ങളിലെ ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് വെറും വാചോടമായിട്ട് തള്ളിക്കളയാം. പക്ഷെ ഈ ഒറ്റപ്പെട്ടു പോയ ശ്രുതിയെ പോലെ ഒറ്റപ്പെട്ടു പോയ 14 പേരെ പ്രായപൂർത്തിയായ ആളുകൾക്ക് അവർക്ക് ജോലി കൊടുക്കണം. അവരെ ഇതുവരെ പരിഗണിക്കുന്നില്ല. ഇങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് പറയാൻ തയ്യാറാകണം. മറ്റുള്ള വിഷയങ്ങൾ മാറ്റി വെച്ച് ഒരു ജനതയുടെ പ്രശ്നമാണ്. സാധാരണക്കാരല്ല. ഞങ്ങളെ എല്ലാവരും പറയും അവിടെ കയ്യേറ്റം കുടിയേറ്റം എന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഇതിന് കാരണം എന്നൊക്കെ. പക്ഷെ ഈ ഇരകളായിട്ടുള്ളത് നമുക്കറിയാം. ഹാരിസൺസ് മലയാളത്തിന്റെ ഭൂമിയായിരുന്നു. അവിടെ നിന്ന് പല നാട്ടിൽ നിന്നും, കർണാടകയിൽ നിന്നായിക്കോട്ടെ, തമിഴ്നാട്ടിൽ നിന്നായിക്കോട്ടെ, പാലക്കാടിന്റെ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ മറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ ജോലിക്ക് വേണ്ടി വന്ന ആളുകളുടെ പിൻതലമുറയാണ് അവര്. ആ പിൻതലമുറയായിട്ടുള്ള ആളുകൾ അവിടെ എസ്റ്റേറ്റിൽ നിന്ന് പിരിയുമ്പോൾ ഒരു പിടി മണ്ണ് വാങ്ങിച്ച് അവിടെ കഴിയും. ഈ അവസാനത്തെ മകൻ ഇത് കിട്ടും. ബാക്കിയുള്ള മക്കളെല്ലാവരും തിരിച്ച് പാടികളിലേക്ക് പോകും. ആ പാടികളിൽ താമസിക്കുക. അങ്ങനെയാണ് കുറെ ആളുകൾ പാടികളിൽ തന്നെ അവരായി തീർന്നത്. അവർക്ക് ഒരു പിടി മണ്ണ് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ വീടും പോയി, പാടികളും പോയി. അവരും ഇപ്പോ പല സ്ഥലത്താണ്. ഇപ്പൊ ഗവൺമെന്റ് ഈ പാടികളിലുള്ള ആളുകളെ പുനരധിവാസ ലിസ്റ്റിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 1ാം ഘട്ട ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ സാധാരണക്കാരുടെ പേര് പറഞ്ഞ്, ഇല്ലാത്തവന്റെ പേര് പറഞ്ഞു വരുന്ന പാർട്ടികൾ പോലും അവന്റെ പ്രശ്നം, സാധാരണക്കാരന്റെ പ്രശ്നം ഇവർ ഏറ്റെടുക്കുന്നില്ല, ഇല്ലെങ്കിൽ അത് അഡ്രസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് കച്ചവടക്കാരുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എല്ലാം അവർക്ക് സഹായിച്ചു. പക്ഷെ ഈ ബിൽഡിംഗ് ഓണേഴ്സിന് സാധാരണക്കാരനെയാണ് അവര്. ചെറിയ ഒരു അങ്ങാടിയാണ് ചൂരൽമല. 10, 40, 50 കടകളുള്ള ഒരു അങ്ങാടിയാണ്. ആ കടകളിൽ പലരും അവിടെ ചെറിയ കെട്ടിടങ്ങൾ എടുത്തു, അത് വാടകയ്ക്ക് കൊടുത്തു. പക്ഷെ ആ ബിൽഡിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് പോയി, ആ കെട്ടിടങ്ങൾ പൂർണ്ണമായി പോയി. ആ കെട്ടിട ഉടമകളെ ഇതുവരെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. അവരുടെ കാര്യം, അതുപോലെ കൃഷിക്കാർ, ഭൂമി നഷ്ടപ്പെട്ട കർഷകര്, അവരുടെ കാര്യം പറയുന്നത് കേൾക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരി പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ കടബാധ്യതകൾ ഏറ്റവും വലിയൊരു വിഷയമാണ് അവിടെ വായ്പകൾ സംബന്ധിച്ചിടത്തോളം. ഈ ഗവൺമെന്റ് ഞങ്ങൾ ഈ വായ്പ എഴുതി തള്ളുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് റിസർവ് ബാങ്കിന്റെ റീജിയണൽ മാനേജർ അടക്കം അങ്ങനെ എല്ലാം, നമ്മളെ കാനറ ബാങ്കിന്റെ, നമ്മളെ ലീഡ് ബാങ്കിന്റെ ആളുകൾ, എല്ലാ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു, മന്ത്രിമാരെ കണ്ടിരുന്നു. അപ്പൊ എല്ലാവരും പറയുന്നത്, ബാങ്ക് ഉദ്യോഗസ്ഥര്, ബാങ്കിന്റെ അതോറിറ്റീസ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ വായ്പ എഴുതി തള്ളുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ ആളുകളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം. ഞങ്ങളാക്കിയത് അവരാണ്. ഗ്രാമീൺ ബാങ്കാണ് ഞങ്ങളവിടെ കൂടുതൽ പ്രധാനമായിട്ടും ചൂരൽമലയുണ്ട്. എഴുതി തള്ളാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ പലിശ എഴുതി തള്ളാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെ ബാങ്കിന്റെ നിലനിൽപ്പില്ലാതാവും. ബാക്കി പണം ഗവൺമെന്റ് ചെയ്യണം. അപ്പൊ റിസർവ് ബാങ്കിന്റെ റീജിയണൽ മാനേജർ ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു, കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്ക് ഇതിന് നിലപാടെടുക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ഇതിന് നിലപാടെടുക്കുകയാണെങ്കിൽ
ഒരു തേങ്ങ വീണ് മരിച്ച ഏത് രാജ്യത്തെ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത് രാജ്യത്തിന്റെ ഏത് ഭാഗത്തും തേങ്ങ വീണ് മരിച്ചവരും ഇത് എഴുതി തള്ളണം എന്നുള്ള ആവശ്യം ഉന്നയിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ധനസ്ഥിതി അത് ബാധിക്കും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇത്തരം നിലപാട് എടുക്കാൻ കഴിയില്ല. പിന്നെ ചെയ്യാവുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിന് ഈ പണം SDRF CMDRF എടുത്തടയ്ക്കാം. നമുക്ക് 18 കോടി രൂപ മാത്രമാണ് ആ ഗ്രാമത്തിലെ മുഴുവൻ ആ 3 വാർഡുകളിലെ മുഴുവൻ ആളുകളുടെയും വായ്പ തുക ഉള്ളത്. അതിൽ ഒരു 3-3.5 കോടി രൂപ പലിശ കഴിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് 14.5 കോടിയോ 15 കോടിയോ രൂപയാണ്. ഈ 675 കോടി രൂപ കയ്യിൽ വെച്ചിട്ടുള്ള ഈ പിണറായി വിജയൻ സർക്കാരിന് അതിൽ നിന്നൊരു 15 കോടി കൊടുത്തുകൊണ്ട് ഈ ആളുകളുടെ വലിയൊരു ദുരിതത്തിൽ അവരെ കരകയറ്റാൻ കഴിയും. പക്ഷെ അവരതിന് തയ്യാറാകുന്നില്ല. ഈ ആളുകളെ ഇപ്പൊ തിരിച്ചടയ്ക്കാൻ ഇപ്പൊ ബാങ്കുകൾ അതിനിടയിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. മൊറട്ടോറിയത്തിന് തയ്യാറായില്ല. അങ്ങനെ ഒരു ഞങ്ങള് സമരം നടത്തിയത്, മേധാ പട്കർ അടക്കം വന്ന് വലിയ സമരം നടത്തിയത് ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് സമരം നടത്തിയത്. അതിനുശേഷം റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളുകളെ കൊണ്ട് ഒപ്പിടിച്ചു. റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ ഈ ലോൺ വേറൊരു ഡേറ്റിലേക്ക് പുതുക്കി കിട്ടി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ പണം കയ്യിൽ വെച്ചിട്ട് ഗവൺമെന്റ് പണം ഒന്ന് ഇടപെട്ടോട്ടെ ഷാജിമോൻ. ഈ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് ഭയങ്കര കെണിയാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ കോവിഡ് വന്നപ്പോ ബാങ്കുകാർ മൊറട്ടോറിയം പറഞ്ഞു. നാട്ടുകാർക്ക് ഈ മൊറട്ടോറിയം എന്നതാ, റീസ്ട്രക്ചറിങ് എന്നാ, ഈ വാക്കൊന്നും മനസ്സിലാകില്ല. തൽക്കാലത്തേക്ക് പൈസ അടയ്ക്കേണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആവും. അത് മൊറട്ടോറിയം എന്ന പേര് പറഞ്ഞാലും റീസ്ട്രക്ചറിങ് എന്ന പേര് പറഞ്ഞാലും ഈ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് ഭയങ്കര കെണിയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ പൈസ അടയ്ക്കണ്ട, നിങ്ങളുടെ വായ്പ ഞങ്ങൾ മറ്റൊരു രൂപത്തിൽ ഘടനാപരമായ മാറ്റം വരുത്തി തരാം. അതിന്റെ ഇംഗ്ലീഷാണ് റീസ്ട്രക്ചറിങ്. ഈ ഘടനാപരമായ മാറ്റം വരുത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിൽ അത്രയും നമ്മൾ അടയ്ക്കാതിരുന്ന നമുക്ക് ഇളവ് കിട്ടിയ സമയത്തെ പലിശയുടെ പലിശയും കൂടെ കൂട്ടി എടുത്താ പൊങ്ങാത്ത ചുമടായിട്ടായിരിക്കും പിന്നീട് വരുന്നത്. തൽക്കാലത്തേക്ക് നമുക്ക് പൈസ അടയ്ക്കണ്ട, അതൊക്കെ ശരിയാണ്. അത് ഭയങ്കര തട്ടിപ്പാണ്, ഭയങ്കര കെണിയാണ്. മനോഹരമായിട്ടൊരു ഇംഗ്ലീഷ് വാക്കൊക്കെ ഇട്ട് നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. നമ്മൾ അനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോയിരുന്നു. ഞങ്ങൾക്ക് അന്ന് കൃത്യമായിട്ട് റിസർവ് ബാങ്കിന്റെ റീജിയണൽ മാനേജർ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു തന്നെ. അതൊക്കെ ഞങ്ങൾക്ക് ഒരു സർക്കുലർ തന്നു. 2018 ഇതുമായിട്ട് മാനദണ്ഡങ്ങളെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയായിരിക്കണം, ഇതിന് നമ്മൾ നടപടി സ്വീകരിക്കും. ഇതുപോലുള്ള ഡിസാസ്റ്ററുകളുടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ബാങ്കുകൾ സ്വീകരിക്കേണ്ട ഇതിനെ കുറിച്ചുള്ള ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒരു സർക്കുലർ. അതിൽ പറയുന്നത് 3 കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഒന്ന് റീസ്ട്രക്ചറിങ്, മൊറട്ടോറിയം, റീസ്ട്രക്ചറിങ്, അല്ലെങ്കിൽ വൈവ് ഓഫ് റൈറ്റ് ഓഫ്. അപ്പോ അത് ചെയ്യേണ്ടത് വൈവ് ഓഫ് റൈറ്റ് ഓഫ് ചെയ്യാൻ അത് വ്യക്തികളായിട്ട് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈ പറയാനുണ്ടോ? ചൂരൽമല മുണ്ടക്കൈ വേവ് ഓഫ് റൈറ്റ് ഓഫ് ഇത് ഈ പറഞ്ഞ പോലെ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണ്. അതിനകത്ത് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ റൈറ്റ് എഴുതി, ഓഫ് തള്ളി. റൈറ്റ് ഓഫ് എഴുതി തള്ളി എന്ന് പറഞ്ഞാൽ പൈസ വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. കോടതിയിലോട്ട് അയച്ചു എന്നതിന്റെ അർത്ഥം. പൈസ വേണ്ടെന്ന് തിരിച്ചടയ്ക്കേണ്ടെന്നാണെങ്കിൽ വേവ് ഓഫ് എന്ന് പറയണം. ഈ വേവ് ഓഫ് പറയുക റൈറ്റ് ഓഫ് തരും. റൈറ്റ് ഓഫ് തരും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കോടതിയിൽ പോയി കേസ് കളിച്ചോണം. കോടതി എന്തെങ്കിലും നിങ്ങൾ പൈസ അടയ്ക്കേണ്ടെന്ന് പറയുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാങ്കേതിക പദങ്ങളൊന്നും പറയാതെ ഈ നേരെ പറഞ്ഞാൽ ഉടക്കി സ്വാമി തേങ്ങ എന്ന് പറയാൻ, അതായത് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ആ രക്ഷിക്കാമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഇപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, എന്നാൽ കേന്ദ്രത്തിന് വന്ന് രക്ഷിച്ചുകൂടെ എന്ന്. കേന്ദ്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഫെഡറലിസത്തെ തകർക്കുന്നു, കേന്ദ്രം ഞങ്ങളുടെ അധികാരം കവരുന്നു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നമല്ലേ അന്നേരം? ഇവിടെ ഹർത്താൽ നടത്തിയല്ലോ, അതിലും വലിയ ഹർത്താലായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മടിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. അതെ, തീർച്ചയായും. ഞങ്ങളിപ്പോ എന്തായാലും ഇതുമായിട്ട് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയൊരു സമരത്തിന് തയ്യാറാകുകയാണ്. ഈ ദുരിതബാധിതര്
അപ്പോ ഞങ്ങൾ അതിന് മുൻകൈ എടുക്കുകയാണ്. ഇപ്പോ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഷാജിമോൻജി, ഞങ്ങൾ വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഴശ്ശിരാജയുടെയും തലക്കൽ ചന്തു അടക്കമുള്ള നീലി അടക്കമുള്ള വനിതാ രത്നങ്ങളുടെയും ഒക്കെ ആ ഒരു പോരാട്ട വീര്യത്തെ കുറിച്ചാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. ഇത് കരയുന്ന കുട്ടിക്ക് പാലുള്ളത് നമ്മൾക്കറിയാം. 2018 പ്രളയത്തിൽ സംഭവിച്ചവർക്ക് പോലും ദുരിതാശ്വാസം നൽകാത്ത ഒരു സർക്കാർ വീണ്ടും ഭരിക്കുന്നു. ഇവിടെ മൂക്കും ക്ഷമിക്കണം, അതാ പ്രാസൊപ്പിച്ച് വന്നതാണ്. ഇതൊക്കെ നോക്കി വോട്ട് കുത്തിയ വലിയൊരു ജനതയാണ് വയനാട്ടിലുള്ളത്. ഈ കരയുന്ന കുട്ടി, ഇന്നിപ്പോൾ ഇവിടെ ഒരു കമന്റ് വന്നത് ഞാൻ ഇവിടെ വായിക്കാം. അദാനിയുടെയും അംബാനിയുടെയും കടം എഴുതി തള്ളിയ കേന്ദ്രത്തിന് എന്തുകൊണ്ട് ഈ പാവങ്ങളുടെ ഈ കടം എഴുതി തള്ളിക്കൂടെ എന്ന് ഒരു മുസ്ലിം നാമധാരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മുസ്ലിം നാമധാരികളുടെ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഈ മൂക്കും മുടിയും മൂകളൊക്കെ പ്രാസമൊപ്പിച്ച് വരുന്ന ഒരു സ്ത്രീയെ ജയിപ്പിച്ച വഴി എന്താണ് നേട്ടം കിട്ടിയത് വലിയൊരു ചോദ്യമുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്താണ് ഇനി വരാനിരിക്കുന്ന പോരാട്ടം, അതുകൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാമോ? ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സമരം ദുരിതബാധിതരെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പുനരധിവാസം വേഗത്തിലാക്കുക, അതുപോലെ തന്നെ ഞങ്ങള് കടങ്ങൾ എഴുതി തള്ളുക, ഇതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കടങ്ങൾ എഴുതി, അപ്പൊ അതിനിടയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് പറയാൻ, ഒരുപാട് വിഷയങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്, ഇനിയും 40 പേരോളം എവിടെയാണ് അവരെന്നും ഒരു അറിയില്ല, തിരിച്ചറിയില്ല. DNA ഇപ്പൊ 47 പേരായിരുന്നു തിരിച്ചറിയാനുള്ളത്, 4 പേരെയും കൂടി തിരിച്ചറിയാൻ 43 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് അത് തിരയൽ നിർത്തി, ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നിർത്തി. പക്ഷെ ഇവരുടെ ഈ മരണപ്പെട്ടു എന്ന് കരുതുന്ന, നമുക്കറിയാതെ അവരൊക്കെ മരണപ്പെട്ടതാണ് ഈ 43 പേര്. അവരുടെ ബാക്കിയുള്ള ജീവിച്ചിരിപ്പുള്ള ആളുകൾക്ക് ധനസഹായം കിട്ടണം. നമുക്കറിയാം 8 ലക്ഷം രൂപയാണ് ധനസഹായമായിട്ട് ഒരു മരണപ്പെട്ട ആൾക്ക് കിട്ടുന്നത്. 4 ലക്ഷം രൂപ SDRFിൽ നിന്നും 2 ലക്ഷം രൂപ CMDRFിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയാണ്, 8 ലക്ഷം രൂപയാണ്. 6 ലക്ഷം കേന്ദ്രവും 2 ലക്ഷം സംസ്ഥാന സർക്കാരാണ് അത് പ്രകാരം കൊടുക്കുന്നത്. ആ പണം കിട്ടുന്നില്ല പലർക്കും. അത് കിട്ടണമെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് വേണം. ഇതിൽ മറ്റൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ 2 പേര് മരണപ്പെട്ടു, അതില് ഒരാളുടെ അവകാശിയാണ്. അപ്പൊ ഈ 2 പേര് ഒരാളുടെ മരണം തിരിച്ചറിഞ്ഞു, ഒരാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ അവകാശികൾക്ക് ഈ ധനസഹായം കിട്ടില്ല. കാരണം അയാള് മരിച്ചു, അയാൾ അവകാശിയാണ്, അയാൾ ജീവിച്ചിരിപ്പില്ല എന്ന് തെളിയിക്കണം. ജീവിച്ചിരിപ്പില്ല എന്ന് തെളിയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം. ഗവൺമെന്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് പുത്തുമലയിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനിലൂടെ, ഒരു ജിയോയിലൂടെ അങ്ങനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. ഇവിടെ ഇതുവരെയും അതിനൊരു തീരുമാനമായിട്ടില്ല. പലപ്പോഴും പല കാര്യങ്ങളിലും ഞാനൊക്കെ അറിഞ്ഞത് ഈ വേണ്ടപ്പെട്ടവർക്കുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ പോലും ഈ മരണ സർട്ടിഫിക്കറ്റും മരണം DNA വരെ തിരുത്തുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല, ഇത് വാമൊഴികളാണ്. ഈ വലിയ ഇടപെടലുകൾ വേണ്ടിയിരിക്കുന്നു. ഞങ്ങളെപ്പോലെ സഹായമായിട്ടുള്ള മനുഷ്യര് ഇതുപോലുള്ള കർമ്മസമിതികൾ രൂപീകരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഈ സമൂഹത്തോട് ഇവര് പ്രതിബദ്ധത കാണിക്കുന്നത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിൽ അമ്പേ പരാജയമാണ്. അവർക്ക് കേവല രാഷ്ട്രീയ വിഷയം മാത്രമാണ് ഈ ദുരന്തം എന്നുള്ളത്. ഒരു മനുഷ്യരായി ഈ ആളുകളെ കാണാൻ അവർ തയ്യാറാകണം. ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചാൽ നാളെ ആർക്കും ഇത് സംഭവിക്കാം. ഓക്കെ, ജയസൂര്യൻ സാർ, എന്തെങ്കിലും വിട്ടുപോയത് കൂട്ടിച്ചേർക്കാനുണ്ടോ? നമ്മുടെ മുടിയും മൂക്കും ഒക്കെ ഉള്ള ഒരു സ്ത്രീ രാഷ്ട്രീയം കൂടെ പറയേണ്ടതുണ്ടെന്നില്ല ജസ്റ്റ്. അല്ല, ഇതില് ശരിക്കും പണം ഇവിടെ ഉണ്ട്, പണം കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഇനി ആ കൊടുത്ത പണം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? സത്യത്തിൽ അവിടുത്തെ MP, അവിടുത്തെ MLA, സംസ്ഥാന സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന 1180 കോടി രൂപയെ ഒരു പൈസ പോലും ദുരിതബാധിതർക്ക് കൊടുക്കാത്തത് എന്ത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് നിയമസഭയിലും പാർലമെന്റിലും സംസാരിക്കാൻ തയ്യാറുണ്ടോ? ജനങ്ങളോട് തുറന്നു സംസാരിക്കാൻ തയ്യാറുണ്ടോ? പണം ഇല്ല എന്നൊരു പ്രശ്നമില്ല. പ്രധാനമന്ത്രി വന്നപ്പോൾ പറഞ്ഞു ഇവിടെ പണം ഒരു പ്രശ്നമാവില്ല. പണം ഉണ്ട് താനും, പണം കൊടുത്തിട്ടുമുണ്ട്. ആ കൊടുത്ത പണം എടുക്കാത്തത് എന്ത്? അതാണ് ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും ചോദിക്കേണ്ടത്. അത് MLA ആണെങ്കിലും MP ആണെങ്കിലും മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ആ ചോദ്യത്തിനാണ് മറുപടി തരേണ്ടത്. അതുകൊണ്ട് ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ മൗനം വെടിയണം, ആരോപണം വെടിയണം, കാര്യങ്ങളിലേക്ക് കടക്കണം. കേന്ദ്രം കൊടുത്ത പണമെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്.
ഷാജിമോൻജി ഇത് പറഞ്ഞത് കൊണ്ട് ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ ആ ഒരു പ്രചാരണം കിട്ടിയത് കൊണ്ട് തന്നെ ആ കുട്ടിയുടെ കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ പറയാണ് ഷാജിമോൻ ചൂരൽമല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അങ്ങനെയാണ് വരുന്നത്. ഷാജിമോൻ ചൂരൽമല അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, വ്യൂ പോയിന്റ് മീഡിയ. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടേണ്ടാവില്ല, ഒരു കുഞ്ഞു ചാനലാണ്. അപ്പൊ ആ ചാനൽ ലിങ്ക് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ഈ ലൈവ് സെഷൻ കഴിഞ്ഞാൽ ആദ്യം കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഷാജിമോൻ ചേട്ടനെ ഏൽപ്പിക്കുന്നത്. ഈ 14 കുട്ടികളുടെ വീഡിയോ ഓരോരുത്തരുടെ വീഡിയോ ആയിട്ട് മാന്യ പ്രേക്ഷകരെ പരിചയപ്പെടുത്തണം എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചാനലിന്റെ ഈ ലിങ്ക് ഇവിടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നത്. അത് കാണാൻ നമ്മുടെ ന്യൂസ് കഫേയിലുള്ള മാന്യ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അത് ചെയ്യണമെന്ന് വലിയൊരു അപേക്ഷ വെക്കുകയാണ്. കാരണം ശ്രുതി എന്ന് പറയുന്ന ആ കുട്ടിയുടെ അതേ അവകാശങ്ങളും അധികാരങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ലഭിക്കേണ്ട മറ്റു കുട്ടികൾക്ക് കൂടി ആ പ്രയോജനം കിട്ടേണ്ടതുണ്ട്. അല്ലാതെ ഒരു കുട്ടിക്ക് മാത്രം കിട്ടുമ്പോൾ അത് ന്യായമില്ലല്ലോ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗംഭീരമായിട്ട് ഇതിൽ അധികം ഒന്നും പറയാനില്ല. കാരണം ആളോഹരി 1 കോടി വെച്ച് കൊടുത്താൽ പോലും 150-ൽ പരം കോടി പിണറായി വിജയന്റെ ഖജനാവിൽ ബാക്കിയാവുമെന്നിരിക്കാം. കേന്ദ്രം കൃത്യമായിട്ട് കൊടുത്ത ആ ഫണ്ടൊന്നും ഉപയോഗിക്കാതിരിക്കാം. ഈ പറയുന്ന വെറും 18 കോടി ഉണ്ടെങ്കിൽ ആ ദുരന്ത ബാധിതരുടെ ഈ ബാങ്ക് കടങ്ങളും മറ്റൊരുപാട് ബാധ്യതകളും എഴുതി തള്ളാൻ വേണ്ടിയും സർക്കാരിന് നേരിട്ട് വെറും 18 കോടി കൊടുത്താൽ മതി എന്നിരിക്കാം. ഇത്ര കണക്കിന് ആയിരക്കണക്കിന് കോടി കൈവശം വെച്ചിരിക്കുന്ന ഇതിനെ ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിയുടെ ഘടകകക്ഷികളായിട്ടുള്ള ഈ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഈ കോൺഗ്രസ് പാർട്ടി ആയാലും അത് ലോക്സഭയിലോ അതല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭയിലോ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. പ്രിയങ്ക വദ്ര എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആദ്യ കന്നി പ്രസംഗം എന്ന് പറഞ്ഞ് വാഴ്ത്തുന്ന മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് വയനാടിനെ കുറിച്ച് ലോക്സഭയിൽ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല എന്നുള്ളത് പറയുന്നില്ല. ഈ നിയമസഭയിൽ എന്തുകൊണ്ട് വയനാടിനെ കുറിച്ച് UDFന്റെ MLA-മാർ ചോദിക്കുന്നില്ല എന്ന് ഒരിക്കലും ഒരു മാധ്യമവും ചോദിക്കുന്നില്ല. അത്തരത്തിലാണ് നമ്മുടെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകാരുടെ ഈ ഉദ്യമത്തിന്റെ പ്രാധാന്യമേറുന്നത് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ജയസൂര്യൻ സാറായാലും അതുപോലെ ഷാജിമോൻജി ആയാലും കൃത്യമായിട്ട് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന വിശ്വാസത്തോടെ തന്നെ ഇനിയും വയനാടിന് വേണ്ടി നമ്മൾ ഉച്ചത്തിൽ ശബ്ദിക്കുമെന്ന വാക്കോടുകൂടി തന്നെ ആ വയനാടിന്റെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെ മാന്യ അതിഥികളുടെ പെർമിഷനോടുകൂടി തൽക്കാലം ഈ സെഷൻ അവിടെ അവസാനിപ്പിക്കാം. ഷാജിമോൻജിയെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ആ 14 പേരെ കൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം. അങ്ങയുടെ വ്യൂ പോയിന്റ് മീഡിയ എന്ന് പറയുന്ന ചാനലിന്റെ ആ ലിങ്ക് ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയോടെ തന്നെ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.